നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ രണ്ടാം സ്ഥാനാർത്ഥി പട്ടികയും പ്രഖ്യാപിച്ചു കോൺഗ്രസ്. ഇതോടെ 63 ഡിവിഷനുകളിൽ സ്ഥാനാർത്ഥികളായി. കെ മുരളീധരന്റെ നേതൃത്വത്തിൽ മുഴുവൻ വാർഡുകളിലൂടെയും കടന്നുപോകുന്ന ജനകീയ വിചാരണ യാത്ര ഇന്നലെ തുടങ്ങിയിരുന്നു. കൊല്ലം കോർപ്പറേഷനിൽ 13 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തുവന്നു. INTUC ജില്ലാ പ്രസിഡന്റ് AK ഹഫീസാണ് മേയർ സ്ഥാനാർത്ഥി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഒരു മുഴം മുന്നേ എറിഞ്ഞോ കോൺഗ്രസ്. ഈ ചർച്ചയിൽ ശ്രീ ജേക്സി തോമസ് CPM, ശ്രീ RV രാജേഷ് കോൺഗ്രസ്, ശ്രീ ശങ്കുട്ടി ദാസ് BJP എന്നിവർ. ആദ്യം ശ്രീ ജേക്സി തോമസ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതേ ഉള്ളൂ. തിരുവനന്തപുരത്തും കൊല്ലത്തും കോൺഗ്രസിന് മേയർ സ്ഥാനാർത്ഥികളായി. 4 പതിറ്റാണ്ടായി നിങ്ങൾ ഭരിക്കുന്ന കോർപ്പറേഷനാണ് തിരുവനന്തപുരം. അതുപോലെ തന്നെ കൊല്ലം നമുക്കറിയാം, കോർപ്പറേഷൻ ആയത് മുതൽ ഇടതിൻ്റെ ഒരു വലിയ മേൽക്കൈയുള്ള ഇടമാണ്. അവിടങ്ങളിലൊക്കെ ആദ്യമേ സ്ഥാനാർത്ഥികളായി, ആദ്യമേ അവരുടെ പ്രചരണം തുടങ്ങി. ഒരു വലിയ പുതിയ തരത്തിലുള്ള ടെക്ടോണിക് ഷിഫ്റ്റിന് തയ്യാറെടുക്കുകയാണോ ഇപ്പോഴത്തെ UDF? എന്ത് തോന്നുന്നു ശ്രീ ജയ്ക്ക്? CPM-ഉം താമസിക്കാതെ, അല്ലെങ്കിൽ LDF-ഉം താമസിക്കാതെ തന്നെ ഓടിത്തുടങ്ങേണ്ടി വരില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ സ്വാഭാവികമായ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് തന്നെ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളിലേക്ക് സമയബന്ധിതമായി പ്രവേശിച്ചു കഴിഞ്ഞു. പക്ഷേ അതിന് ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ച മാതിരി ഒരു പ്രകടനപരതയുടെ അനിതരസാധാരണമായ ഒരു കിക്ക് ഓഫിന്റെ ആവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ അതിന്റെ നേതൃപദവി അലങ്കരിക്കുന്ന CPM-നോ വേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ അങ്ങ് തന്നെ സൂചിപ്പിച്ചു, ഇത്തരത്തിൽ ഏതാ തിരുവനന്തപുരം, പിന്നെ ഏതാ കൊല്ലം ജില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയൊക്കെ തങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മേയറാവാൻ അപ്പൊ തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ തങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മേയറാകാൻ സാധ്യതയുള്ള ആളുകളെ സംബന്ധിച്ച് ഇവർ തീരുമാനം പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങയുടെ വാർത്ത അല്ലെങ്കിൽ പ്രതികരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇരിക്കട്ടെ, പക്ഷേ ഞാൻ ഇപ്പോൾ 2 ദിവസമായി തിരുവനന്തപുരത്തെ ചില മാധ്യമ പ്രവർത്തകർ, അത് വാർത്തകളായി എത്രമേൽ പുറത്തേക്ക് വന്നു എന്ന് എനിക്കറിയില്ല, ഈ വടകരയുടെ മുൻ പാർലമെന്റ് മെമ്പറായിട്ടുള്ള കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ജാഥ നയിക്കപ്പെടുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ജാഥയുടെ പ്രോദ്ഘാടനത്തിന് തൊട്ടു മുമ്പാണ് തിരുവനന്തപുരം നഗരസഭയിൽ അല്ലെങ്കിൽ കോർപ്പറേഷനിൽ മത്സരിക്കേണ്ട കോൺഗ്രസ് നേതാക്കന്മാരുടെ ആദ്യ പട്ടിക അവർ വെളിയിൽ വിട്ടത്. ആ ജാഥയുടെ വ്യത്യസ്ത ഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ തന്നെ ഒരു നേതാവായിട്ടുള്ള ഒരു കോൺഗ്രസ് പ്രതിനിധി കൂടെ നേതൃത്വത്തിൽ ആ ജാഥയെ തടഞ്ഞു വെക്കുന്ന അന്തരീക്ഷം അല്പ മണിക്കൂറുകൾക്ക് പുറകിൽ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മറ്റു ചില കോൺഗ്രസ് നേതാക്കന്മാർ ഇതേ കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിൽ നഗരസഭ പിടിച്ചെടുക്കുമെന്ന യുദ്ധകാഹളവുമായി നടത്തപ്പെടുന്ന ജാഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് 100-ലധികം വരുന്ന കോൺഗ്രസുകാർ പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തിയതായി ഇതേ ജാഥയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഞാനിപ്പോൾ സൂക്ഷ്മതയുള്ള മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ അങ്ങ് സൂചിപ്പിച്ച ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഷിഫ്റ്റിന് ഇത് വഴിവെക്കുമോ കാത്തിരുന്ന് കാണാമെന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. മറിച്ച് കേരളത്തിന്റെ ഇന്നേ വരെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ അനിതരസാധാരണമാംവിധം കൂട്ടക്കുഴപ്പങ്ങളുടെയും തമ്മിലടികളുടെയും പടലപ്പിണക്കങ്ങളുടെയും ഭാഗമായി വീണ്ടും ഒരിക്കൽ കൂടെ UDF തിരുവനന്തപുരത്തും കൊല്ലത്തും ഉൾപ്പെടെയുള്ള കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാറുമോ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് മാത്രമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ബാക്കി കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകട്ടെ, നമുക്കപ്പോൾ ചർച്ച ചെയ്യാം. ശരി, ശ്രീ RV രാജേഷ്, ഇതിപ്പോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ മേയർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതൊക്കെ അപൂർവമാണ്, അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയാം. എന്താണിപ്പോൾ കോൺഗ്രസിന് ഇങ്ങനെ ഒരു ചിന്ത വരാൻ? തിരുവനന്തപുരത്ത് ഇപ്പോൾ 63 സ്ഥാനാർത്ഥികളായി കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് ഡേറ്റ് ഒക്കെ പ്രഖ്യാപിക്കാനിരിക്കുന്നേ ഉള്ളൂ. അല്ല, കോൺഗ്രസ് UDF വളരെ കാലമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിൽ നിന്ന് അകലെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇത്തവണ കോൺഗ്രസ് പ്രവർത്തകർക്ക്, കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു വീണ്ടും വിചാരം ഉണ്ടായി എന്നുള്ള കാര്യം സത്യമാണ്. കാരണം അധികാരമില്ലാതെ കോൺഗ്രസ് ഈ കോർപ്പറേഷനിലെ ഈ അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. മേയർ ആര്യ രാജേന്ദ്രനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളുടെ എത്ര കഥകളാണ് വന്നിട്ടുള്ളത്. ഇവിടെ കോർപ്പറേഷൻ നടക്കുന്ന ഓരോ നിയമനങ്ങളും അല്ല, വസ്തുതകളല്ലേ. ഇവിടെ മേയർ യഥാർത്ഥത്തിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആനാവൂർ നാഗപ്പന് കത്തെഴുതുകയാണ്, ഇവിടെ നിയമനം നടക്കുകയാണ്, നിങ്ങൾ ലിസ്റ്റിങ് തരൂ എന്ന് പറഞ്ഞ് ഏറ്റവും വലിയ സ്വജനപക്ഷപാതവും അഴിമതിയും കൊള്ളയും ഈ കോർപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെതിരെ ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജനങ്ങൾ ഇത്രയധികം പ്രതിഷേധത്തിൽ നിൽക്കുമ്പോൾ ആ ജനങ്ങളുടെ ഒരു ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ജനങ്ങളുടെ ആ പ്രതിഷേധം ഏറ്റെടുത്തില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി എന്താണ്? ആ ഒരു ഉത്തരവാദിത്വം അത് ഏറ്റെടുത്തുകൊണ്ടാണ്, ആ ഒരു വലിയ ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം കൂടി രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിന് അപ്പുറമായി ഏറ്റെടുത്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനെ കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസ് ഭരണത്തിൽ മാത്രമല്ല പ്രതിപക്ഷ നേതൃസ്ഥാനത്തും ഇല്ലാത്ത കോർപ്പറേഷനാണ്. 1-ാം സ്ഥാനത്ത് LDF-ഉം 2-ാം സ്ഥാനത്ത് BJP-യുമാണ്. 3-ാം സ്ഥാനത്ത് മാത്രം വെറും 10 സീറ്റുകളാണ്. 100
കോർപ്പറേഷൻ വാർഡുകളിൽ കോൺഗ്രസിനുള്ളത് അല്ലെങ്കിൽ UDF-ന് ആകെ ഉള്ളത് എന്നുള്ളത് കൂടി നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇനിയും 3-ാം സ്ഥാനത്തായി പോയാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇനി 3-ാം സ്ഥാനത്തായി പോയാൽ തിരുവനന്തപുരത്തെ 4 നഗരമണ്ഡലങ്ങളും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോക്കുകയേ വേണ്ട എന്ന തിരിച്ചറിവിൽ എങ്ങനെയെങ്കിലും സീറ്റുകൾ വർദ്ധിപ്പിക്കണം എന്നുള്ള ഊർജ്ജിത യത്നമാണോ? അല്ല, സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല, ഞങ്ങൾ ഈ അധികാരം പിടിക്കുക, കോർപ്പറേഷനിലെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പറയുന്നത്. കാരണം ഇതൊരു മെട്രോ നഗരമായി മാറുന്ന തിരുവനന്തപുരമാണ്. ആ തിരുവനന്തപുരത്തിനെ കുറിച്ച് ഒരു പ്ലാനിങ് ഇവർക്കുണ്ടോ? ഈ നഗരത്തിന്റെ എന്തൊരു ദുരവസ്ഥയിലേക്കാണ് നഗരം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയധികം രീതിയിലേക്ക് ഇപ്പോൾ UDF ഗവൺമെന്റ്, ഇപ്പോൾ ഈ കോർപ്പറേഷനൊക്കെ LDF ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഈ തിരുവനന്തപുരം ജില്ലയിൽ 10 MLA-മാരുടെ പിന്തുണയോടുകൂടി കേരളത്തിൽ UDF ഭരണം ഉണ്ടായത്. അതിനു മുമ്പും കോർപ്പറേഷൻ കഴിഞ്ഞ 40 വർഷക്കാലമായി LDF ഭരിക്കുക. അതിനുശേഷം നിരവധി ഗവൺമെന്റുകൾ UDF-ന്റെ ഗവൺമെന്റുകൾ ഉണ്ടായി എന്നുള്ള കാര്യം സംശയമില്ല. പക്ഷേ ആ ഗവൺമെന്റുകൾ ഉണ്ടാകുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഉള്ള കോർപ്പറേഷൻ, ഈ കോർപ്പറേഷന്റെ നിലപാടുകൾ ഇതുകൊണ്ട് കോർപ്പറേഷൻ ഒരു പുരോഗതി ഉണ്ടാകുന്നില്ല. ഈ നഗരത്തിൽ വസിക്കുന്ന ആളുകൾ 100 വാർഡുകൾ 101 വാർഡുകളായി മാറിയ ഒരു നഗരമാണ്. ഈ നഗരത്തിന്റെ ഒരു അടിസ്ഥാനപരമായ പ്ലാനിംഗ് ഇല്ലാതെ ഇത്തരം ചില സ്വാർത്ഥ താല്പര്യങ്ങൾ, രാഷ്ട്രീയ താല്പര്യങ്ങൾ, അഴിമതി നടത്താനുള്ള പട്ടികജാതി ഫണ്ട് പോലും മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് കോർപ്പറേഷൻ മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ജനങ്ങളുടെ മാറ്റം ഉണ്ടാകണമെന്നുള്ള ആ മുദ്രാവാക്യമാണ് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നത്. ജനങ്ങളോടുള്ള ഉത്തരവാദിത്വമാണ് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നത്. ശ്രീ ശങ്കുട്ടിദാസ്, BJP-യെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള കോർപ്പറേഷനാണ് തിരുവനന്തപുരം. കാരണം നിങ്ങളാണ് 2ാമത്തെ വലിയ കക്ഷി. ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇനി അടുത്ത വർഷം പ്രധാനമന്ത്രി തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ പൂച്ചെണ്ട് കൊടുത്ത് സ്വീകരിക്കാൻ ഒരു BJP മേയർ ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയതാണ്. നിങ്ങൾക്ക് 1-ാം സ്ഥാനം കിട്ടിയില്ല. ഇത്തവണ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിരിക്കുന്ന മുന്നണി എന്നുള്ള നിലയിൽ ഭരണത്തിലെത്താനുള്ള ഒരു ചാൻസ് എന്നുകൂടി കണക്കിലെടുത്ത് ആദ്യമേ ഇറങ്ങേണ്ട ആളുകൾ നിങ്ങളായിരുന്നു. പക്ഷേ ഇത് ആദ്യം കോൺഗ്രസ് ഇറങ്ങിയിരിക്കുന്നു എന്ന് മാത്രമല്ല, മേയർ സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ചിരിക്കുന്നു. നോക്കൂ, ആദ്യമേ ഇറങ്ങുന്നവരല്ല തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത്, നന്നായി ഇറങ്ങുന്നവരാണ്. പ്രത്യേകിച്ച് ആലോചനയൊന്നും ആവശ്യമില്ലാണ്ട്, പ്രത്യേകിച്ച് സംഘടനാ സംവിധാനമൊന്നും നിലവിലില്ലാത്ത പാർട്ടികൾക്ക് കൂടിയാലോചനകളോ പല നിലകളിലുള്ള ആസൂത്രണങ്ങളോ ഒന്നും ഇല്ലാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ലക്ഷറി ഉണ്ട്. ഞങ്ങൾക്കത് സാധിക്കില്ലല്ലോ. നോക്കൂ, കേരളത്തിലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട BJP-യുടെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുന്നത് തിരുവനന്തപുരത്ത് ശ്രീ അമിത്ഷാ പങ്കെടുത്തിട്ടുള്ള യോഗത്തിലാണ്. മാസങ്ങൾക്ക് മുൻപേ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ശ്രീ അമിത്ഷാ തിരുവനന്തപുരത്ത് വരികയും അവിടെ ബൂത്ത് തല സമ്മേളനം, കേരളത്തിലുടനീളമുള്ള ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരുടെ സമ്മേളനം അവിടെ വിളിച്ചു ചേർക്കുകയും അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് മുതൽക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് കാര്യകർത്താക്കൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. അന്ന് മുതൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനമാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമിത്ഷാ തന്നെ ആ യോഗത്തിൽ പ്രഖ്യാപിച്ചതുപോലെ 25% വോട്ട് ഷെയർ ആൻഡ് 25% സീറ്റ് ഷെയർ. ഇത്തവണ 25% വോട്ടുകൾ നേടുന്ന 25% ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സംവിധാനങ്ങൾ ഭരണത്തിലുള്ള ഒരു പാർട്ടിയായിട്ട് BJP മാറണം എന്നുള്ളതാണ്. ആ രീതിയിൽ കേരളത്തിലെ ഒരു കോർപ്പറേഷൻ ജയിക്കാൻ, 20ഓളം മുനിസിപ്പാലിറ്റികൾ ജയിക്കാൻ, 200ഓളം പഞ്ചായത്തുകൾ ജയിക്കാൻ, ഏതാണ്ട് 7000ഓളം വാർഡുകൾ ജയിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇത്തവണ BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു സംവിധാനമുണ്ട്. എന്താണ്? ഏറ്റവും താഴെത്തട്ടിൽ വാർഡ് തലത്തിൽ ഞങ്ങൾ വികസന ടീമുകൾ നിർമ്മിച്ചിട്ടുണ്ട്. വാർഡ് വികസന ടീമുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ആ വാർഡ് വികസന ടീമുകൾ അവിടുത്തെ പ്രദേശത്ത് നിന്ന് തന്നെ ആളുകളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ആരാഞ്ഞതിന് ശേഷം 3 ആളുകളുടെ ഒരു പാനൽ തയ്യാറാക്കിയിട്ട് ആ പാനൽ മണ്ഡലം കമ്മിറ്റികൾക്ക് കൈമാറണം. മണ്ഡലം കമ്മിറ്റി അത് പരിശോധിച്ചതിന് ശേഷം അതിലെന്തെങ്കിലും തിരുത്തലോ നിർദ്ദേശമോ ഉണ്ടെങ്കിൽ അത് സഹിതം ജില്ലാ കമ്മിറ്റികൾക്ക് കൈമാറണം. ഈ ജില്ലാ കമ്മിറ്റികൾ ഫൈനലൈസ് ചെയ്യുന്ന പാനലാണ് സംസ്ഥാന നേതൃത്വമാണ് പ്രഖ്യാപിക്കുക. അതല്ലാതെ പ്രാദേശികമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്ന രീതിയല്ല. ഇത് ജയം ഉറപ്പിച്ചുകൊണ്ട് BJP നടത്തുന്ന മത്സരമാണ്. ആ സ്ഥലത്തേക്ക് കോൺഗ്രസ് ആദ്യമേ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ എന്ത് നേട്ടം അവർക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ആ തെരഞ്ഞെടുപ്പിന്റെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിവിധ വാർഡുകളിൽ നേരിട്ട് ജനങ്ങളെ കാണുന്ന പ്രവർത്തനം തന്നെ ആരംഭിച്ചിരിക്കുന്നു. ചുവരെഴുത്തുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വേറെ. ശ്രീ അഭിലാഷ്, ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടനെ നടക്കുന്ന വീടാന്തരം കയറിയിട്ടുള്ള പ്രചരണം മാത്രമല്ല. അതിനു മുമ്പ് കഴിഞ്ഞ 5 വർഷം ഇവരുടെ ഈ തിരുവനന്തപുരം നഗരസഭയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനം എന്താണെന്നുള്ളതും കൂടി ജനങ്ങൾക്ക് അറിയാം. അവിടെ CPM-ന്റെ നേതൃത്വത്തിൽ വലിയൊരു ദുർഭരണം, മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ സ്വജനപക്ഷപാതിത്വവും കെടുകാര്യസ്ഥതയും അഴിമതിയും എല്ലാം കോർപ്പറേഷനിൽ നടന്ന സമയത്ത് ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള സമര പരിപാടികളുമായിട്ട് ഇത്രയും കാലം തെരുവിലിറങ്ങിയതും അതിന്റെ പേരിൽ കേസുകൾ നേരിട്ടതും അറസ്റ്റിലായതും ജയിലിൽ പോയതും മർദ്ദന
സമരം സഹിച്ചതും ഒക്കെ BJP-യുടെ കൗൺസിലർമാരാണ്. ആ സമയത്തൊന്നും കോൺഗ്രസ് ഇവിടെ ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിന്റെ തിരുവനന്തപുരം നഗരസഭയിലെ സ്ഥിതി എന്താ? അവർ 2010-ൽ 40 സീറ്റുകൾ ഉണ്ടായിരുന്ന പാർട്ടി 2015 ആയപ്പോഴേക്കും കേവലം 15 സീറ്റുകളുള്ള ആളുകളായി. 2020 ആയപ്പോഴേക്കും കേവലം 10 സീറ്റുകളുണ്ടായി. ഉപ്പുവെച്ച കലം പോലെ ചോർന്ന് പോകുന്ന, ശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. ഇപ്പൊ അവരുടെ തെരഞ്ഞെടുപ്പ് നേതൃത്വം ഏകോപനം ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുള്ള ശ്രീ കെ മുരളീധരന്റെ ക്രെഡൻഷ്യൽ എന്താണ്? BJP-ക്ക് ജയസാധ്യതയുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പോയി അവിടെ ചാവേറായി മത്സരിച്ച് സ്വയം 3-ാം സ്ഥാനത്തേക്ക് വന്നിട്ട് BJP-യുടെ ചാൻസ് അട്ടിമറിക്കുക എന്നുള്ളതാണ്. ഇതാണ് അദ്ദേഹം നേമത്തെ ചെയ്തത്. നേമത്തെ ഒരു ജയസാധ്യത ഇല്ലാത്ത സ്ഥലത്ത് പോയി മത്സരിച്ചു, അദ്ദേഹം 3-ാം സ്ഥാനത്തായി. പക്ഷെ എന്താ, അവിടെ അദ്ദേഹം LDF-നെ ജയിപ്പിച്ചു. എന്നാൽ ആ പരീക്ഷണം എല്ലാ കാലത്തും തുടരാൻ സാധിക്കില്ല എന്നുള്ളത് തൃശ്ശൂരിലുള്ള അനുഭവം കൊണ്ട് ശ്രീ കെ മുരളീധരന് മനസ്സിലായിട്ടുണ്ടാവും. തൃശ്ശൂർ വന്ന് ഇതേ മട്ടിൽ BJP-യുടെ സീറ്റ് നഷ്ടപ്പെടുത്താൻ വേണ്ടി ചാവേറായി മത്സരിച്ചപ്പോൾ എന്താ ചെയ്തത്? അദ്ദേഹം 3-ാം സ്ഥാനത്ത് വന്നു എന്ന് മാത്രമല്ല, BJP 1-ാം സ്ഥാനത്ത് വരികയും ചെയ്തു. ഇതാണ് തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത്. തിരുവനന്തപുരത്ത് BJP-ക്ക് ഒരു ജയസാധ്യത ഉണ്ടെന്ന് കണ്ടപ്പോൾ അത് LDF-ന് വേണ്ടി അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ചാവേറായിട്ട് ശ്രീ കെ മുരളീധരൻ ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് തൃശ്ശൂർ ഉണ്ടായിട്ടുള്ള അതേ അനുഭവമാണ് തിരുവനന്തപുരത്ത് ഉണ്ടാകാൻ പോകുന്നത്. കോൺഗ്രസ് അവിടെ 3-ാം സ്ഥാനത്ത് തന്നെ തുടരും. ഈ കോർപ്പറേഷന്റെ ഭരണം BJP പിടിച്ചെടുക്കുകയും ചെയ്യും. പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള രീതിയിൽ യാതൊരു ക്രെഡിബിലിറ്റി ഇല്ലാതെ, ഇടതുപക്ഷത്തിനെതിരെ ഒരു പ്രതിരോധവും നടത്താൻ ശേഷിയില്ലാതെ അവരോട് അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്ന ഒരു സംവിധാനം മാത്രമാണിത് എന്ന തിരിച്ചറിവ് ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതിന്റെ തിരിച്ചടി ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ നേരിടേണ്ടി വരും. ശരി. ശ്രീ ജേക്സി തോമസ്, ഇപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സവിശേഷത ത്രികോണ മത്സരം നടക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BJP 2-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ള കോർപ്പറേഷനാണ്. കേരളത്തിൽ ഇന്നേ വരെ BJP-ക്ക് ഒരു കോർപ്പറേഷൻ കിട്ടിയിട്ടില്ല. തിരുവനന്തപുരം പിടിക്കണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. തിരുവനന്തപുരം നഗരത്തിലാണ് BJP കേരളത്തിൽ ആദ്യമായി ഒരു നിയമസഭാ സീറ്റ് ജയിച്ചപ്പോൾ അവർക്ക് ആ സീറ്റ് കിട്ടിയത്. നേമത്താണ്, അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ അവിടെ നിൽക്കുന്നു. കോൺഗ്രസ് പ്രമുഖരെ തന്നെ കെ ശബരിനാഥനും നേമം ഷജീറും തുടങ്ങി 21 വയസ്സുള്ള വൈഷ്ണവ വരെ രംഗത്തിറക്കി ആദ്യമേ കളത്തിറങ്ങുകയും ചെയ്യുന്നു. ഞാൻ പറയുന്നത് കോൺഗ്രസ് വളരെ സീരിയസ് ആയിട്ട്, UDF വളരെ സീരിയസ് ആയിട്ട് ജയിക്കാനായി മത്സരത്തെ കാണുന്നു. ജയിക്കുന്നോ തോക്കുന്നോ ഒക്കെ ഉള്ളത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷെ അവർ സീരിയസ് ആയി തുടങ്ങുന്നു. 9 ദിവസം നീണ്ടു നിൽക്കുന്ന കെ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള വിചാരണ യാത്ര നടത്തുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായി നടത്തുന്നു എന്നുള്ളിടത്ത് നിങ്ങൾക്കൊരു സൂചനയില്ലേ? ഒന്നാമത് ഇതൊരു ഈസി ബാറ്റിലല്ല, ഇതൊരു ത്രികോണ മത്സരമാണ്. അവിടെ ഓരോ വോട്ടും നിർണായകമാണ്. കളത്തിൽ ഇറങ്ങാൻ സമയമായി എന്നൊരു സൂചന അതിൽ നിന്ന് വായിക്കുന്നുണ്ടോ ജയിക്ക്? തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ അത്തരം നീക്കങ്ങളെ നമുക്ക് നല്ല സ്വാഗതം ചെയ്യാമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചർച്ചയുടെ തൊട്ട് മുമ്പത്തെ ഭാഗങ്ങളിൽ രണ്ടുപേരുടെയും പ്രതികരണങ്ങളും നമുക്ക് വ്യക്തമാക്കാൻ കഴിഞ്ഞു. അതായത് ഒരു 3 പതിറ്റാണ്ടിനിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനാർഹമായ ഭരണം കാഴ്ചവെച്ച ചരിത്രമാണ് തിരുവനന്തപുരം കോർപ്പറേഷന് സവിശേഷകരമായും കേരളത്തിൽ പൊതുവിലും പറയാനുള്ളത്. ആ സവിശേഷകരമായ ചരിത്രത്തിൽ ശ്രദ്ധേയ പ്രതിപക്ഷ സ്ഥാനത്തിന് നേതൃപദവി ഉണ്ടായിരുന്നു കേരളത്തിലെ കോൺഗ്രസിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. പക്ഷേ ആ കോൺഗ്രസ് സംവിധാനം തകർന്ന് തരിപ്പണമാവുകയും ആ കോൺഗ്രസ് സംവിധാനത്തിന്റെ അലകും പിടിയും അടിത്തറയും മേൽക്കൂരയുമായി പരിരക്ഷിച്ചിരുന്ന വലിയൊരു വിഭാഗം വരുന്ന വോട്ടർമാർ ഒന്നടങ്കം അങ്ങ് തൊട്ടു മുമ്പ് സൂചിപ്പിച്ച നേമം നിയോജക മണ്ഡലത്തിൽ BJP-ക്ക് ആദ്യ വിജയം ലഭിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസ് വാർഡുകളിലെ മഹാഭൂരിപക്ഷം വരുന്ന വോട്ടർമാർ സംഘപരിവാർ വൽക്കരിക്കപ്പെടുകയോ വർഗീയ രാഷ്ട്രീയത്തിന്റെ പ്രണയിതാക്കളായി മാറുകയോ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2 അക്കം തികയ്ക്കാൻ പാടുപെടുന്ന കോൺഗ്രസ് അനുഭവങ്ങളുടെ പ്രതീകമായിട്ടാണ് ഇന്ന് തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷനിൽ കോൺഗ്രസ് നിൽക്കുന്നത്. ആ അവസ്ഥയിൽ നിന്ന് കോൺഗ്രസ് രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തുന്നുണ്ടോ? അതിന് യുവാക്കൾ, ട്രാൻസ്ജെൻഡറുകൾ, പ്രായമായവർ, മുതിർന്നവർ, അനുഭവ സമ്പത്തുള്ളവർ ആരെയും നമുക്ക് സ്വാഗതം ചെയ്യാം. ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഒരു പൊതുവിൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി തിരുവനന്തപുരവും കേരളവും തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളും സ്വാഗതം ചെയ്യും എന്നതുപോലെ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ വെടിവെച്ചിടത്ത് തന്നെ ലക്ഷ്യം കൊള്ളണം. RSSലേക്ക് കൂറുമാറിപ്പോയ തങ്ങളുടെ വോട്ട് തിരികെ പിടിക്കാൻ RSSന് പണയം വെച്ച തിരുവനന്തപുരം കോർപ്പറേഷനെങ്കിലും 1 or 10 സീറ്റ് തിരികെ പിടിക്കാൻ കോൺഗ്രസിന് കഴിയണം. അങ്ങനെയെങ്കിൽ നമുക്കെല്ലാവർക്കും അത് സ്വാഗതാർഹമാണ്, പ്രതീക്ഷാ നിർഭരമാണ്. പക്ഷേ ഈ കാര്യങ്ങൾ വിശദീകരിക്കവേ കോർപ്പറേഷനെ കുറിച്ച് തന്നെയാണ് 2 ആളുകളും വിശദീകരിക്കാൻ ശ്രമിച്ചത്. ബഹുമാനിയനായ BJP-യുടെ പ്രതിനിധിയും ബഹുമാനിയനായ കോൺഗ്രസിന്റെ പ്രതിനിധിയും 2 ആളുകളും പറയാൻ ശ്രമിച്ചത് അത്രയും തിരുവനന്തപുരം കോർപ്പറേഷനും ആ കോർപ്പറേഷന്റെ മേയർ പദവി അലങ്കരിക്കുന്ന ബഹുമാനിയായ ആര്യയും ഇവരൊക്കെ അഴിമതി നടത്തി എന്നുള്ളതാണ്. ബഹുമാനിയായ BJP പ്രതിനിധി, അങ്ങേക്ക് ഈ കാര്യത്തിനകത്ത് അല്പം കൂടെ ഗൗരവമായ ഒരു അഭിപ്രായം പറയാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതിയ ആളാണ് അങ്ങ്.
അങ്ങ് ഇത്രയും ചെറുതായി പോകാൻ പാടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒക്ടോബർ മാസം 23, 2024, അതായത് നമ്മളിവിടെ ചർച്ചയ്ക്കായി ഒത്തുചേരുന്നതിന് കൃത്യം 1 വർഷം മുമ്പ് യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള അർബൻ മിനിസ്ട്രി 2 അവാർഡുകളാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷന് കൊടുത്തത്. രാജ്യതലസ്ഥാനത്ത് വിളിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന്റെ സെക്രട്ടറിയെയും മേയറെയും വിളിച്ചാദരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ആങ്കർക്ക് അറിയണ്ടേ? ചർച്ച കാണുന്ന മാതൃഭൂമിയുടെ പ്രേക്ഷകർക്ക് അറിയണ്ടേ? ലോകമെമ്പാടുമുള്ള മാതൃഭൂമി പ്രേക്ഷകരെ നിങ്ങൾ കാണേണ്ടത് 2024 ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോർപ്പറേഷന്റെ ഗുഡ് ഗവേണൻസ് അവാർഡ് കരസ്ഥമാക്കിയത് BJP-യാൽ രാഷ്ട്രീയത്താൽ നയിക്കപ്പെടുന്ന യൂണിയൻ ഗവൺമെന്റ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോർപ്പറേഷനായി തെരഞ്ഞെടുത്ത് ആദരിച്ചത് ഇതേ തിരുവനന്തപുരം നഗരസഭയെയും അതിന്റെ മേയറെയുമാണ്. അതുമാത്രമല്ല, ഏറ്റവും മികച്ച കുടിവെള്ള വിതരണത്തിലും ഏറ്റവും മികച്ച ശുചിമുറി മാലിന്യ ശേഖരണത്തിലും വൃത്തിയിലും 2024 പ്രഥമ പരിഗണനയോടുകൂടെ അവാർഡ് നൽകി ഹഡ്കോയും യൂണിയൻ ഗവൺമെന്റിന്റെ മിനിസ്ട്രിയും ആദരിച്ചത് ഇതേ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനെയാണ്. അഴിമതിക്കാരി എന്ന പച്ചക്കള്ളം യാതൊരു ഉളുപ്പുമില്ലാതെ പറഞ്ഞ ഇതേ മേയറെയും കോർപ്പറേഷനെയും 2 തവണ 2024 മാത്രം യൂണിയൻ ഗവൺമെന്റ് ആദരിച്ചു. ഷാങ്ഹായ് കോർപ്പറേഷനും അതോടൊപ്പം തന്നെ UN ഹാബിറ്റാറ്റും. UN ഹാബിറ്റാറ്റ് എന്തായാലും ഒരു CPM ഏജൻസിയാണെന്ന് വിവരമുള്ള ആരും പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. ആ UN ഹാബിറ്റാറ്റും ഷാങ്ഹായ് നഗരസഭയും ചേർന്ന് നൽകുന്ന ഷാങ്ഹായ് അവാർഡ്, ദീർഘവീക്ഷണമുള്ള കോർപ്പറേഷൻ ഭരണസമിതിക്കുള്ള അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ഇതേ തിരുവനന്തപുരം നഗരസഭയ്ക്കാണ്. ലൈഫ് മിഷൻ മുഖാന്തരം 2024 ഒരു അവാർഡ് ലഭിച്ചു. എന്താണെന്ന് അറിയുമോ കോൺഗ്രസ് BJP പ്രതിനിധികൾക്ക്? 2024 മാർച്ച് മാസം 10,047 വീട് പൂർത്തീകരിച്ച് താക്കോല് കയ്യിൽ കൊടുത്തു. അതിനുവേണ്ടി ലൈഫ് മിഷൻ അവാർഡ് ലഭിച്ചു. തുടർച്ചയായി ആർദ്രം മിഷന്റെ അവാർഡ് ലഭിച്ചു. ഇത്ര അവാർഡുകൾ അഖിലേന്ത്യാ തലത്തിൽ, അന്തർദേശീയ തലത്തിൽ ഷാങ്ഹായ് കോർപ്പറേഷനും UN ഹാബിറ്റാറ്റ് മുതൽ ഇന്ത്യയിലെ യൂണിയൻ ഗവൺമെന്റും കേരളത്തിലെ ആർദ്രം മിഷനും ലൈഫ് മിഷനും വരെ നൽകി ആദരിച്ച പുകൾപ്പറ്റ ഒരു ഭരണ സംവിധാനത്തിന്റെ ഇടതുപക്ഷ പ്രതീകമായ തിരുവനന്തപുരം കോർപ്പറേഷനെയാണോ നിങ്ങൾ ഈ തൊടുന്യായങ്ങൾ കൊണ്ട് ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നേതാവായിട്ടുള്ള കേന്ദ്രമന്ത്രിയെങ്കിലും പറഞ്ഞു തിരുത്താൻ ശ്രമിക്കണം. ഇതൊരു തിരുവനന്തപുരത്തിന്റെ മാത്രം അനുഭവമല്ല. ചർച്ചയുടെ തുടർച്ചയിൽ നമുക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. മാലിന്യ സംസ്കരണം തിരുവനന്തപുരത്ത് വിളപ്പിൽസാര ആങ്കറുടെ ഓർമ്മയിലുണ്ടായിരുന്നല്ലോ. എത്രയോ നഗരസഭകളിൽ എത്രയോ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ പ്രത്യേകത എന്താണ്? ഒറ്റവാചകം പറഞ്ഞ എന്റെ ഭാഗം നിർത്തുകയാണ്. ആങ്കർ ഓർമ്മയ്ക്ക് തൃശ്ശൂരിൽ IM വിജയന്റെ പേരിൽ നമ്മൾ ഇന്നൊരു അന്തർദേശീയ നിലവാരമുള്ള സ്റ്റേഡിയം പണിത് ഉദ്ഘാടനം ചെയ്തു. ഏതാ സ്ഥലം? ഈ കോൺഗ്രസ് നേതാക്കന്മാർ സംസ്ഥാനവും തൃശ്ശൂരും ഒരുമിച്ച് ഭരിച്ചിരുന്ന കാലയളവിൽ മാലിന്യം നിക്ഷേപിച്ച് മുടിപ്പിച്ച് മുച്ചൂടാക്കിയ ഒരു സ്ഥലത്തെ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണത്തിലൂടെ വീണ്ടെടുത്ത് IM വിജയന്റെ, മലയാളിയുടെ അഭിമാന താരകത്തിന്റെ പേരിൽ ഇന്ന് സ്റ്റേഡിയം പണിത് ഉദ്ഘാടനം നിർവഹിച്ചു. എന്താണ് UDF? എന്താണ് LDF? തിരുവനന്തപുരം വിളപ്പിൽശാല മുതൽ തൃശ്ശൂർ ലാലൂർ വരെ കണ്ട് ജീവിതാനുഭവങ്ങൾ അറിഞ്ഞ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ശരി 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 അതാണ് CPM-ന്റെ മറുപടി. ഇവിടെ ശ്രീ രാജേഷ്, ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ 5 കൊല്ലം വളരെ സ്തുത്യർഹമായ നിലയിൽ പ്രവർത്തിച്ചു. കഴിഞ്ഞ തവണത്തേതുപോലെയുള്ള ഒരു ഇഞ്ചോടിഞ്ചു മത്സരം പോലും നേരിടേണ്ടാത്ത വിധത്തിൽ അനായാസമായ വിജയം നേടുമെന്നാണ് ജയ്ക്ക് പറഞ്ഞതിന് രത്നം ചുരുക്കം. അതുകൊണ്ട് നേരത്തെ കളത്തിലിറങ്ങി എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ റീറ്റെയിൻ ചെയ്യും എന്ന് ഇടതുപക്ഷം അവകാശപ്പെടും സ്വാഭാവികമായി. അല്ല, അതൊക്കെ അവർക്ക് അവകാശപ്പെടാം. പക്ഷേ ഇവിടെ പറഞ്ഞ പോലെ കോൺഗ്രസ് ഈ നഗരസഭയിൽ 3-ാം സ്ഥാനത്താണ്, അതിനൊന്നും ഒരു സംശയമില്ല. അപ്പോൾ അത്തരത്തിലുള്ള കോൺഗ്രസിൻ്റെ ആ രീതിയിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നതിൽ നിന്ന് ഒരു മാറ്റം വരണം എന്നുള്ള കാര്യം കോൺഗ്രസ് നേതാക്കന്മാർ ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തു. ഇവിടെ ജയിക്ക് പറഞ്ഞു ഇവിടെ എന്തോ തർക്കം നടന്നു, ആരോ പ്രതിഷേധിച്ചു. ഒരു കാര്യം ഒന്ന് ജയിക്ക് ആലോചിച്ച്, ഇവിടെ 67 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ട് 48 മണിക്കൂർ കഴിഞ്ഞു. ഒരു അപശബ്ദം ഉണ്ടായിട്ടുണ്ടോ? കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണെന്ന്. നേരത്തെ കോൺഗ്രസിൽ ഗ്രൂപ്പിന്റെ പേരിൽ ഒക്കെ സ്ഥാനാർത്ഥി നിശ്ചയിക്കുക, സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള തർക്കങ്ങൾ ഉണ്ടാവുക, റിബലുകൾ ഉണ്ടാവുക. കോർപ്പറേഷനിൽ റിബൽ പോലും ഉണ്ടാവില്ല, ഒരു സംശയം വേണ്ട. അപ്പം ഞങ്ങൾ വളരെ ഭംഗിയായി ഈ കോർപ്പറേഷൻ നേടിയെടുക്കാൻ വേണ്ടി ഇവിടെ കോർപ്പറേഷനിലെ ഒരു മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. അത് കോൺഗ്രസിന്റെ ഏറ്റവും യുവമുഖമായ ശ്രീ KS ശബരിനാഥൻ, മുൻ MLA ആണ്. അപ്പം അങ്ങനെ ഒരുപാട് പ്ലസ് പോയിന്റുകൾ ഈ കോർപ്പറേഷൻ. പിന്നെ നിങ്ങൾ നടത്തിയില്ല ഇവിടെ എന്താ അവാർഡിന്റെ കാര്യമൊക്കെ പറയുന്നത് കേട്ടല്ലോ. ഏതാ അവാർഡ്? അവിടെ UN പോയി, ലണ്ടനിൽ പോയി ഒരു ഹോള് വാടകയ്ക്ക് എടുത്ത് ഒരു ഉഡായിപ്പ് അവാർഡ് വാങ്ങിയിട്ട് അതൊക്കെ നാണമില്ലല്ലോ നിങ്ങൾക്ക്? ആ അവാർഡിന്റെ മേന്മയൊക്കെ ഈ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ വന്നത് താങ്കൾ കണ്ടിട്ടില്ലേ? ഏതൊക്കെ അവാർഡ്? ഇവിടെ ഒരു സംശയ നേരിലുള്ള ഒരു വ്യക്തി ഉള്ള ഒരു അവാർഡ് പോയി ലണ്ടനിൽ പോയി വാങ്ങി, ലണ്ടൻ പാർലമെന്റിൽ പോയി അവിടെ ഒരു ഹോള് വാടകയ്ക്ക് എടുത്ത് ഒരു അവാർഡ് കൊടുത്തിട്ട് അതിന് കോർപ്പറേഷന്റെ പണം.
കോർപ്പറേഷൻ പണം അവിടെ യാത്ര ചെയ്യാൻ വേണ്ടി സർക്കാരിന്റെ പണം ദുർവിനിയോഗം ചെയ്ത് ഈ ഒരു തട്ടിക്കൂട്ട് അവാർഡുകൾ വാങ്ങിയിട്ട് അതിന്റെ ഒന്നും പേരിൽ മേനി പറയേണ്ട. ഇവിടെ നടത്തിയിട്ടുള്ള അഴിമതിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പട്ടികജാതിക്കാരുടെ പാവപ്പെട്ട ആളുകളുടെ ഫണ്ട് വഴി മോഷ്ടിച്ചു കൊണ്ടുപോയ ആ സ്ഥിതി വിശേഷം അറിയാം. പിന്നെ പറയുന്നതായിട്ട് വിളപ്പിശാലയിൽ ഞങ്ങൾ അവിടെ എന്തോ മാറ്റി, വിളപ്പിശാല എന്ന് പറയുന്നത് ഒരു അഴിമതിയുടെ പ്രതീകമാണ്. ശ്രീ വി ശിവൻകുട്ടി തിരുവനന്തപുരത്തെ മേയറായിരുന്ന കാലഘട്ടത്തിൽ ഒരു സ്വകാര്യ കമ്പനിയുമായി ചേർന്ന് തിരുവനന്തപുരത്തിന്റെ അടുത്തുള്ള ഒരു ഗ്രാമപ്രദേശത്തിന്റെ നെറുകയിൽ ചെന്നുകൊണ്ട് അവിടെ കുറെ സ്ഥലം ഏറ്റെടുത്ത് നഗരത്തിലെ മാലിന്യം മുഴുവൻ അവിടെ കൊണ്ട് നിക്ഷേപിക്കുകയാണ് ചെയ്തത്. ഒരു മാലിന്യ സംസ്കരണവും നടന്നിട്ടില്ല. ഒടുവിൽ ജനങ്ങൾ മുഴുവൻ ഇളകി അവർ സമരം ചെയ്ത് ആ മാലിന്യ സംസ്കരണ പ്ലാന്റ് അവിടെ പൂട്ടിച്ചു. അപ്പൊ അതിനുശേഷമാണ് തിരുവനന്തപുരത്ത് ഇത്തരത്തിലുള്ള മാലിന്യ സംസ്കരണത്തിന്റെ ഏറ്റവും വികൃതമായ മുഖമാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതൊക്കെ നിൽക്കുമ്പോൾ പോലും ഇവിടെ ജനങ്ങൾ വളരെ പ്രബുദ്ധരാണെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. ഇവിടെ BJPയുടെ പ്രതിനിധി പറയുന്നത് കേട്ടു, ഇവിടെ BJP എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ വലിയ സ്വർണ്ണ കൊള്ള ഈ സംസ്ഥാനത്ത് നടന്നിരിക്കുന്നു. എന്ത് പ്രതികരണമാണ് BJP നടത്തുന്നത്? നിങ്ങൾ തമ്മിൽ ധാരണയാണ്, ഒരു സംശയം വേണ്ട. ഇവിടെ ശബരിമലയിൽ അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം അടിച്ചുകൊണ്ട് പോയിട്ട് ഒരു പ്രതിഷേധം നടത്താത്ത പാർട്ടിയാണ്. പേരിന് അവിടെ പോയിരുന്ന് കുത്തിയിരുന്ന് ഒരു പ്രതിഷേധം നടത്തിയതല്ലാതെ അവിടെ ആരാ ക്രിയാത്മകമായി ഇടപെട്ടത്? ഇവിടെ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ കേരളത്തിലെ കോൺഗ്രസ് UDF ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ കള്ളന്മാർ അയ്യപ്പനെ കൂടി മോഷ്ടിച്ചുകൊണ്ട് പോയില്ലായിരുന്നു. അവരവരുടെ പ്രതിനിധികളെ ഏറ്റവും താഴത്തെ തലത്തിൽ, അതായത് അവരുടെ വാർഡുകളിൽ തെരഞ്ഞെടുക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ അയ്യപ്പന്റെ കാര്യവും ആഗോള സംഭവ വികാസങ്ങളും ഒക്കെ തീർച്ചയായും വരും. അവർക്ക് അനുഭവവേദ്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ ഡെലിവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ നയിക്കുന്ന ആളുകളെ തെരഞ്ഞെടുക്കും. അങ്ങനെയല്ല, അവർക്ക് മോശം അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അവർ പ്രതിപക്ഷത്ത് ആരാണോ അവരെ തെരഞ്ഞെടുക്കും. അങ്ങനെയല്ലേ നടക്കുക? അല്ല, ഇവിടെ നടന്നിട്ടുള്ള ഈ സമൂഹത്തിൽ നടക്കുന്ന അഴിമതി, കൊള്ള, ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അത് വിശ്വാസികളുടെ എതിരായിട്ടുള്ള നീക്കമാകട്ടെ, അതല്ലെങ്കിൽ ഇവിടെയുള്ള വീട്ടമ്മമാർ, ഇവിടെയുള്ള തൊഴിലാളികൾ, ഇവിടെയുള്ള വിദ്യാർത്ഥികൾ, ഇവരെല്ലാം ഈ ഗവൺമെന്റിനെതിരാണെന്നേ. ഇവിടെ ഏതാ നേട്ടം? 5 പ്രാവശ്യം കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ച ഒരു ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ ആ ഗവൺമെന്റ് ജനം വോട്ട് ചെയ്യോ? ഇവിടെ ഈ വീട്ടുകാരം ഇത്രയധികം വർദ്ധിപ്പിച്ച ഒരു ഗവൺമെന്റ് ഭരിക്കുമ്പോൾ അവർ വോട്ട് ചെയ്യോ? ജനങ്ങൾ വോട്ട് ചെയ്യോ? അപ്പൊ എല്ലാ രംഗത്തും വെള്ളക്കരം 3 ഇരട്ടി വർദ്ധിപ്പിച്ച ഒരു ഗവൺമെന്റ്, പെട്രോളിന് 2 രൂപ സെസ്, ഇതെല്ലാം പറഞ്ഞ് ഞങ്ങളെല്ലാം കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ കേരളത്തിന്റെ പൊതുകടം എത്രയായി മാറിയിരിക്കുന്നു? കിഫ്ബിയുടെ അടക്കം കണക്കെടുത്ത് നോക്കിയാൽ ഈ ഗവൺമെന്റ് ഇറങ്ങിപ്പോകുന്നത് 6 ലക്ഷം കോടി രൂപയുടെ കടം ഉണ്ടാക്കി 1.5 ലക്ഷം കോടി രൂപയിൽ നിന്ന് കേരളത്തിന്റെ പൊതുകടം 6 ലക്ഷം കോടി രൂപയിൽ നിന്ന് എത്തിച്ചിട്ട് പോകുന്ന ഒരു ഗവൺമെന്റിനെയാണ് നമ്മൾ കാണുന്നത്. ഈ ഗവൺമെന്റ് ആരാണ് വോട്ട് ചെയ്യുന്നത്? എന്ത് പറഞ്ഞാലും കിഫ്ബി എന്നോ മറ്റെന്തെങ്കിലും മാജിക്ക് പറഞ്ഞ് ഇവർ ഈ തെരഞ്ഞെടുപ്പ് ശരി, ഓക്കെ. ശ്രീ ശങ്കുട്ടി ദാസ്, ഇതിപ്പോ മറ്റൊരു പ്രത്യേകത ഉള്ളത്, ഇനിയിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 5 മാസമേ ഉള്ളൂ. ഡിസംബർ 3-ാം വാരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ജില്ലാ പഞ്ചായത്തുകൾ 14 ജില്ലാ പഞ്ചായത്തുകളിൽ എത്ര, കോർപ്പറേഷനുകളിൽ എത്ര, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്ന പഞ്ചായത്തുകളുടെ 50% വിജയിച്ചാൽ തന്നെ ആ മുന്നണിക്ക് അടുത്ത ഭരണ സാധ്യത എന്നുള്ള നിലയിൽ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും ലാർജ് സ്കെയിലിൽ നടക്കുന്ന ഒരു എക്സിറ്റ് പോളായിട്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ കാണാമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ അടുത്ത മെയ് മാസത്തിൽ കേരളത്തിൽ എന്ത് സംഭവിക്കും എന്നതിന്റെ ഒരു ചൂണ്ടുവിരലായി ഈ തെരഞ്ഞെടുപ്പിനെ, അതിന്റെ റിസൾട്ടിനെ കാണാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും കാണാൻ പറ്റും. അതാണ് ഞാൻ ആദ്യത്തെ തവണ തന്നെ ഞാൻ ശ്രീ അമിത്ഷാ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെ BJP എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് വിശദീകരിച്ചിരുന്നു. അല്ല, അദ്ദേഹം പറഞ്ഞ ഏറ്റവും രസകരമായി എനിക്ക് തോന്നിയൊരു കാര്യം, സാധാരണഗതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപേയുള്ള സെമി ഫൈനലായിട്ടാണ് നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. എന്നാൽ ഇത്തവണ ഇത് സെമി ഫൈനലല്ല, ഇത് തന്നെയാണ് ഫൈനൽ. ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇലക്ഷൻ 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ മത്സരം. ഈ മത്സരത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചാൽ, നമ്മൾ ആഗ്രഹിക്കുന്ന വിഭാവനം ചെയ്യുന്ന പ്രകടനം നമുക്ക് നടത്താൻ സാധിച്ചാൽ 2026 സ്വാഭാവികമായി തന്നെ വലിയ വിജയം നേടാൻ നമുക്ക് സാധിക്കും. ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നൈസർഗികമായിട്ടുള്ള വിജയം നമുക്ക് നേടാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ അത്രയും പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു ആക്ഷൻ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ BJP ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 200-ലേറെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സംവിധാനങ്ങൾ, അത് കോർപ്പറേഷൻ തലത്തിലാവട്ടെ, പഞ്ചായത്ത് തലത്തിലാവട്ടെ, മുനിസിപ്പാലിറ്റി തലത്തിലാവട്ടെ, ബ്ലോക്ക് തലത്തിലാവട്ടെ, 200-ലേറെ BJPയുടെ ഭരണത്തിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സെഗ്മെന്റ്സ് ഇത്തവണ കേരളത്തിൽ ഉണ്ടാവും
എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടുള്ള പ്രകടനമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും തയ്യാറെടുപ്പും ഇത്രയും ആലോചനയും ഈ കാര്യത്തിൽ വേണ്ടി വരുന്നത്. ഇവരെ പോലെ അലക്ഷ്യമായിട്ട് ഒരു പ്രഖ്യാപനം നടത്താനൊന്നും ഞങ്ങൾക്ക് സാധിക്കാതെ വരുന്നത്. എന്നതിനർത്ഥം സ്ഥാനാർത്ഥി നിർണയം പോലെയുള്ള കാര്യങ്ങളിലേക്ക് BJP കടന്നിട്ടില്ല എന്നുള്ളതല്ല. ആ പ്രക്രിയയൊക്കെ വളരെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുള്ളതാണ്. എങ്കിൽ പോലും അതിന്റെ പ്രഖ്യാപനത്തിന് കൃത്യമായിട്ടുള്ള ഒരു സമയവും അതിന് കൃത്യമായിട്ടുള്ള ഒരു ഇതും നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസിന്റെ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. കോൺഗ്രസ് ഇവിടെ പ്രചരണത്തിൽ വളരെ മുന്നിലാണ്, അല്ലെങ്കിൽ ആദ്യം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയെന്ന് പറയുമ്പോഴും തിരുവനന്തപുരത്ത് കോൺഗ്രസിന് ആകെയുള്ളത് 10 സീറ്റാണ്. ഇവരുടെ പ്രകടനം ഇരട്ടിയാക്കിയാലോ 4 ഇരട്ടിയാക്കിയാലോ പോലും ഈ പറയുന്ന തിരുവനന്തപുരം നഗരസഭയിൽ അവർക്ക് വിജയിക്കാൻ സാധിക്കില്ല. തിരുവനന്തപുരത്ത് ആന്റി ഇൻക്യൂമൻസിയുടെ നാച്ചുറൽ ബെനിഫിഷ്യറി എന്ന് പറയുന്നത്, സ്വാഭാവിക ഗുണഭോക്താവ് എന്ന് പറയുന്നത് BJP ആണ്. കാരണം BJP ആണ് കഴിഞ്ഞ 5 വർഷവും തുടർച്ചയായിട്ട് പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ അവിടുത്തെ ഭരണപക്ഷത്തിനെതിരായിട്ടുള്ള എല്ലാ സമരങ്ങളെയും എല്ലാ മുന്നേറ്റങ്ങൾക്കും നേതൃത്വം കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല പൊളിറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് 2014 മുതൽ 2025 നമ്മൾ സംസാരിക്കുമ്പോൾ വരെ കൺസിസ്റ്റന്റ് ആയിട്ട് 33%-നും 37%-നും വോട്ട് വിഹിതമുള്ള ഒരു പാർട്ടിയാണ് BJP. തിരുവനന്തപുരം നഗരസഭയിൽ BJPക്ക് കണ്ണും പൂട്ടി വിജയിക്കാൻ കഴിയുന്ന 30 കോർപ്പറേഷൻ വാർഡുകളുണ്ട്. അപ്പൊ അത്രയും ശക്തിയുള്ള ഒരു സംവിധാനം ഇവിടെ നിൽക്കുകയാണ്. ആ BJPയുടെ കുതിപ്പിനെ തടയുകയും ഇടതുപക്ഷത്തെ തന്നെ ഭരണത്തിൽ തുടരാൻ സഹായിക്കുകയും ചെയ്യാനുള്ള ഒരു ചാവേർ മത്സരം എന്നതിലുപരി ഇവിടെ കോൺഗ്രസ് നടത്തുന്ന മത്സരത്തിന് യാതൊരു പ്രസക്തിയില്ല. കാരണം അവരെ തിരുവനന്തപുരത്ത് ജനങ്ങൾ തിരസ്കരിച്ചിട്ടുള്ളതാണ്. 40 സീറ്റിൽ നിന്ന് 15ലേക്കും 15ൽ നിന്ന് 8ലേക്കും UDFനെ കൂടി ചേർത്തിട്ടാണ് 10. ആ നിലയിലേക്ക് എത്തിയിട്ടുള്ള പ്രസ്ഥാനമാണ്. ഇവരിനിയിപ്പോ ശബരിനാഥനെ പോലെ ഒരു നേതാവിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചിരുന്ന ഒരാളെ താഴെ വാർഡ് മെമ്പർ സ്ഥാനത്തേക്ക് താഴേക്ക് കൊണ്ടുവരാമെന്നല്ലാതെ അങ്ങനെയുള്ള ഒരു അത്ഭുതമൊന്നും സാധിക്കുന്ന മട്ടിലല്ല തിരുവനന്തപുരത്തെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത്. തിരുവനന്തപുരത്ത് മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിൽ ഉടനീളം വളരെ ശക്തമായിട്ടുള്ള ഒരു മത്സരം നടത്തുകയും വലിയ വിജയം നേടാൻ സാധിക്കുകയും BJPക്ക് ചെയ്യും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഒരൊറ്റ കാര്യം മാത്രം ശ്രീ ജയ്ക്ക് പറഞ്ഞിട്ടുള്ള കാര്യത്തിന് ഒരു വാചകത്തിൽ ഞാൻ മറുപടി പറയാം. നോക്കൂ, ഇന്ത്യയിലുള്ള മികച്ച കോർപ്പറേഷനുകൾക്കുള്ള 2024 അവാർഡുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ബെസ്റ്റ് കോർപ്പറേഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇൻഡോർ കോർപ്പറേഷനാണ്. അതേപോലെ തന്നെ ക്ലെൻലിനെസിന്റെ കാര്യത്തിൽ ഏറ്റവും മികച്ച കോർപ്പറേഷനായിട്ട് തിരഞ്ഞെടുത്തുള്ളത് കർണാലാണ്. അതേപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഗ്രേറ്റർ വിശാഖപട്ടണമാണ്. ഇന്ത്യയിലുള്ള മികച്ച കോർപ്പറേഷനുകളുടെ ലിസ്റ്റ് നമ്മൾ എടുത്താൽ 10 റാങ്കിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അതൊരു കോർപ്പറേഷൻ ഇല്ല. അങ്ങ് പറയുന്ന അവാർഡുകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സംശയങ്ങളുണ്ട്. ഇപ്പൊ നേരത്തെ ഈ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ UK പോയിട്ട് അവിടുത്തെ പാർലമെന്റ് ഹാളിൽ ഒരു മുറി വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ വെച്ച് CPM അനുകൂല സംഘടനയെ കൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് അത് UN പാർലമെന്റിന്റെ UK പാർലമെന്റിന്റെ ഹൗസ് ഓഫ് കോമൺസിന്റെ അംഗീകാരമാണ് എന്നിവിടെ പ്രചരിപ്പിച്ചിരുന്നു. അതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവതാരകൻ തന്നെ പറഞ്ഞത് ഇവിടെ പറയുന്ന ആ അവാർഡിനെ പറ്റിയല്ല മറ്റൊരു അവാർഡിനെ പറ്റിയാണെന്നാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ രീതിയിൽ ഇല്ലാത്തതായിട്ടുള്ള മികവുകളും കേമത്തരങ്ങളും വ്യാജമായി ആരോപിച്ച് ആളുകളെ കബളിപ്പിച്ചുള്ള ഒരു പാരമ്പര്യമുള്ള നിങ്ങൾ കുറെ അവാർഡുകളുടെ ലിസ്റ്റ് നിർത്തുന്നതുകൊണ്ട് ആളുകളുടെ കൺമുന്നിലുള്ള അനുഭവങ്ങൾ ഇല്ലാതാവുന്നില്ല. ഈ പറയുന്നത് പോലെ സ്വന്തക്കാരെ നിയമിക്കാൻ വേണ്ടിയിട്ട് ജില്ലാ സെക്രട്ടറിക്ക് കത്ത് കൊടുത്തത് ഉൾപ്പെടെ ആനാവൂർ താക്കപ്പന് കത്ത് കൊടുത്ത് PSC പിൻവാതിൽ നിയമനത്തിന് ശ്രമിച്ചത് മുതൽ ഏറ്റവും അവസാനം ഒരു ബസ് ഡ്രൈവറോടുള്ള വിരോധത്തിന് അയാൾക്കെതിരെ കള്ളക്കേസ് കൊടുത്തിട്ട് അയാളെ കൊടുക്കാൻ ശ്രമിച്ചത് വരെ, അതല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട വേസ്റ്റ് മാനേജ്മെന്റിലും അവിടുത്തെ അടുപ്പുകൾ എടുത്തുകൊണ്ട് പോയതിലും വരെ നടത്തിയിട്ടുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണ കാര്യത്തിലൊന്നുമുള്ള ജനങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങളെ ദൂരീകരിക്കാൻ നിങ്ങളുടെ തന്നെ വേണ്ടപ്പെട്ടവരെ കൊണ്ട് നിങ്ങൾ കൊടുപ്പിക്കുന്ന ഈ അവാർഡുകൾ മതിയാവില്ല. ശരി, അല്ല വേണ്ടപ്പെട്ടവരുടെ അവാർഡ് എന്നുള്ള ആരോപണം കോൺഗ്രസും BJP ഉന്നയിക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ ഭരണസമിതിയുടെ കാലത്ത് നേടിയിട്ടുള്ള പ്രധാനപ്പെട്ട അവാർഡുകൾ ഒന്ന് UN ഹാബിറ്റാറ്റ് ഷാങ്ഹായ് ഗ്ലോബൽ അവാർഡ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ സിറ്റീസ് 2024. അത് ഈജിപ്തിൽ നടന്ന ചടങ്ങിൽ ഓസ്ട്രേലിയയിലെ മെൽബണും അതുപോലെ തന്നെ മൊറോക്കോയിലെ അഗാഡ് ഈ 2 കോർപ്പറേഷനുകൾക്കൊപ്പമാണ് തിരുവനന്തപുരം സമ്മാനിതമായിരിക്കുന്നത്. അതൊരു ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പുരസ്കാരമാണ്. പിന്നീട് നാഷണൽ തലത്തിൽ ഹഡ്കോ നാഷണൽ അവാർഡ്സ്, അത് ഈ സാനിറ്റേഷൻ ഫെസിലിറ്റി 1 ലക്ഷം രൂപയുടെ അവാർഡാണ് നേടിയിരിക്കുന്നത്. അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ എക്സലൻസ് അതാണ്. പിന്നെ വാട്ടർ പ്ലസ് സർട്ടിഫിക്കേഷൻ അണ്ടർ സ്വച്ഛ് സുരക്ഷൻ 2024 കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം. PM സ്വനിധി പ്രൈസ് അവാർഡ് 2024. ഇതാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രധാനപ്പെട്ട അവാർഡുകൾ. അല്ല അങ്ങ് പറയുന്ന ഈ ഷാങ്ഹായ് കോർപ്പറേഷന്റെ അവാർഡ് എന്ന് പറയുന്നത് വിഷൻ 2030 എന്ന് പറയുന്ന ഹെഡിലുള്ളതാണ്. അതായത് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. ഈ പറയുന്ന ഷാങ്ഹായ് കോർപ്പറേഷന്റെയോ UN ഹാബിറ്റാറ്റിന്റെയോ ആളുകൾ എല്ലാ കോർപ്പറേഷനും ഇവരിൽ നിന്നെല്ലാം അപേക്ഷകൾ സ്വീകരിക്കുകയും 2030 സംബന്ധിക്കുന്ന പറയുകയും ആ ഡോക്യുമെന്റിൽ നിന്ന് തെരഞ്ഞെടുക്കുമെന്ന ആളുകൾക്കാണ് ഈ അവാർഡ് കൊടുക്കുന്നത്.
അല്ല, ഈ വാട്ടർ സർട്ടിഫിക്കേഷൻ അണ്ടർ സ്വച്ഛ് സുരക്ഷൻ 2024 അതിൽ പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ അച്ചീവ്ഡ് വാട്ടർ പ്ലസ് സ്റ്റാറ്റസ് ഫ്രം ദ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്, making it the first Kerala city to do so. The certification validates effective waste water management, including sewage treatment plants. Example, Muttattara, septage collection and preventing untreated discharges into water bodies. It followed rigorous verification process and community-driven campaigns. ഇത് കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരങ്ങളാണ്. സ്വനിധി പ്രൈസ് അവാർഡ്, PM സ്വനിധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, SVANNIDHI വേറെ ഒരു അവാർഡാണ് അത്. സ്വനിധി അവാർഡെല്ലാം അത് ആത്മനിർഭർ നിധി സ്കീമിന്റെ എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷന് തിരുവനന്തപുരം കോർപ്പറേഷന് കിട്ടിയത്. ഹഡ്കോ നേരത്തെ പറഞ്ഞത്, ഹഡ്കോയുടെ അവാർഡ് for excellence in urban governance, one of the innovative drinking water distribution, sole winner in this category, and another for septage disposal. നല്ല ഡ്രിങ്കിംഗ് വാട്ടറും സെപ്റ്റേജ് ഡിസ്പോസലിനുമാണ് ഹഡ്കോയുടെ നാഷണൽ അവാർഡ്. ആദ്യമായിട്ടല്ലോ തിരുവനന്തപുരം നഗരത്തിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കുടിവെള്ള വിതരണ പദ്ധതി ഉണ്ടായിട്ടുണ്ട്. ട്രീറ്റ്മെന്റ് പ്ലാന്റ് എത്ര വർഷത്തിന് മുമ്പാണ് മുട്ടത്തറയിൽ ആരംഭിച്ചത്. ഈ ഭരണസമിതിയുടെ കാലത്ത് അവാർഡ് ഫണ്ടോടുകൂടി അത് നവീകരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇത് 100 വർഷം മുന്നിൽ കണ്ടുകൊണ്ട് അരുവിക്കരയിൽ ജലം സംഭരിച്ചുകൊണ്ട് ഈ ഭരണസമിതിയുടെ കാലത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും പുരസ്കാരങ്ങൾ ഇതൊക്കെ ഇത് 40 വർഷം പറഞ്ഞാണ് നടപ്പാക്കിയിട്ടുള്ള. എന്തായാലും അവാർഡ് കിട്ടിയത് ഇപ്പോഴാണ്. എനിക്കൊരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങി ചർച്ചയിലേക്ക് വേണ്ടി ശ്രീ ജേക്സി തോമസ്, UN-ന്റെ അവാർഡല്ല, ജനങ്ങളുടെ അവാർഡാണല്ലോ ഇനി വേണ്ടത്. ജനങ്ങൾ വോട്ട് ചെയ്താലാണ് ഭരണസമിതി, പുതിയ ഭരണസമിതി വിജയിച്ച് നിലവിൽ വരിക. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ജനങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടുള്ളത് എന്ത് എന്നൊരു പ്രശ്നം. രണ്ടാമത്തെ വിഷയം, ഡബിൾ ആന്റി ഇൻകംബൻസി ഉണ്ട്. ജനങ്ങൾ സംസ്ഥാന ഗവൺമെന്റിനെയും അവരവരുടെ ഭരണസമിതികളെയും, അതിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ആവട്ടെ, കൊല്ലം കോർപ്പറേഷൻ ആവട്ടെ, കൊച്ചി കോർപ്പറേഷൻ ആവട്ടെ, മറ്റു തദ്ദേശ സ്ഥാപനങ്ങളാവട്ടെ, അവിടങ്ങളിൽ നിങ്ങൾ ഭരിക്കുന്നിടത്ത് 2 ഭരണസമിതികളുടെ വിലയിരുത്തൽ കൂടി അവർ നടത്താൻ പോവുകയാണ്. അപ്പോൾ അതും രാഷ്ട്രീയ കാലാവസ്ഥയുടെ പ്രതിഫലനമായിരിക്കുമല്ലോ. അങ്ങനെയുള്ള സാഹചര്യത്തിലും വിജയിച്ചു വരാമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടോ? അല്ല, തീർച്ചയായിട്ടും ആത്മവിശ്വാസ സംബന്ധമായി അങ്ങയുടെ ചോദ്യം പ്രസക്തമാണ്. പക്ഷേ നമ്മൾ പ്രേക്ഷകർ സത്യസന്ധമായും ആലോചിക്കില്ലേ, ഈ കാര്യത്തിനകത്ത് നമ്മളുടെ നാട്ടിൽ യൂണിയൻ ഗവൺമെന്റിന്റെ ഓഫീസിൽ രാജ്യ തലസ്ഥാനത്ത് വെച്ച് തിരുവനന്തപുരം കോർപ്പറേഷന്റെ സെക്രട്ടറി, മേയർ ഇത്യാദി ആളുകളെ വിളിച്ചിട്ട് യൂണിയൻ ഗവൺമെന്റിന്റെ, പ്രത്യേകിച്ച് യൂണിയൻ മിനിസ്ട്രി ഫോർ അർബൻ ഡെവലപ്മെന്റ്, ആ മന്ത്രി തന്നെ അവാർഡ് കൈമാറുന്നു. അതിന്റെ തുടർച്ചയിൽ ഷാങ്ഹായ് കോർപ്പറേഷനും UN ഹാബിറ്റാറ്റും ചേർന്നുള്ള അവാർഡ് കൊടുക്കുന്നു. അതിന്റെ തുടർച്ചയിൽ 4 വർഷം കൊണ്ട് 10,047 വീട് വെച്ചുകൊടുത്ത് അതിൽ താക്കോൽ കൈമാറുന്നതിന്റെ അവാർഡ് കരസ്ഥമാക്കുന്നു. ആർദ്രം മിഷന്റെ തുടർച്ചയായിട്ടുള്ള അവാർഡ് ലഭിക്കുന്നു. സ്വരാജ് ട്രോഫി കരസ്ഥമാക്കുന്നു. ഇതിങ്ങനെയൊക്കെ പറയുമ്പോൾ നിഷ്കളങ്കരായിട്ടുള്ള അല്ലെങ്കിൽ അപകടപൂർണമായ രാഷ്ട്രീയ നിരക്ഷരതയുള്ളവർ വേണമെങ്കിൽ തെറ്റിദ്ധരിക്കാം. ഈ BJP പ്രതിനിധിയൊക്കെ പറയുന്നത് ശരിയാകാൻ സാധ്യതയില്ലേ? ഞാൻ പറയുന്നത്, നമ്മൾ ഇത്ര ചെറുതാകാൻ പാടുണ്ടോ? യൂണിയൻ ഗവൺമെന്റിന്റെ മിനിസ്റ്റർ നൽകിയ അവാർഡിനെ സംബന്ധിച്ചുള്ള വാർത്ത മാതൃഭൂമിയുടെ PCR ടീമിന് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ വാർത്തയുടെ ഭാഗമാണ് the awards under the Union Ministry of Urban Development were presented for excellence in good governance. ഒന്നാമത്തേത് അതാണ്, excellence in good governance. നമ്മുടെ ചർച്ചയിൽ വന്നിരിക്കുന്ന BJP നേതാവിന് അർബൻ മന്ത്രിയുടെ അത്ര വലിപ്പമില്ലെങ്കിൽ അയാളെ കിട്ടുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടല്ലോ, ആളോട് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ നല്ല ഭരണത്തിനുള്ള അവാർഡ് 2024 BJP കേരളത്തിലെ അവാർഡ് തിരുവനന്തപുരത്തിനൊന്നും കൊടുക്കരുത്. ഞങ്ങൾ അഴിമതി എന്ന് പറഞ്ഞ് നുണ പറഞ്ഞ് ഇവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഗുഡ് ഗവേണൻസിന് എക്സലൻസിനുള്ള അവാർഡ് BJP നിയന്ത്രിക്കുന്ന കേന്ദ്രമന്ത്രി തിരുവനന്തപുരം കോർപ്പറേഷന് കൊണ്ട് കൊടുത്താൽ ഞങ്ങൾ എന്ത് ചെയ്യും? അത് ചർച്ചയിൽ വരുമ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ല. അത് BJPയുടെ കോർ കമ്മിറ്റിയോ സംസ്ഥാന കമ്മിറ്റിയോ മണ്ഡലം കമ്മിറ്റിയോ ഏതാണ്ട് ഉൾപ്പെടുന്നെന്ന് വെച്ചാൽ അത് ചേരുമ്പോൾ അവിടെ പറയണം. അല്ലാതെ ഇവിടെ വന്ന് ഞങ്ങളുടെ അവാർഡ് ഇങ്ങനെയല്ല, അത് ഞങ്ങൾ അറിഞ്ഞ അവാർഡല്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? അതിന്റെ തുടർച്ചയിൽ ഈ ഡ്രിങ്കിംഗ് വാട്ടർ ഫെസിലിറ്റേഷനെ സംബന്ധിച്ചും സെപ്റ്റേജ് വേസ്റ്റേജ് മാനേജ്മെന്റിനെ സംബന്ധിച്ചും അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോൾ കോൺഗ്രസ് നേതാവ് പറയുന്നതാണ്, ഇതൊക്കെ ഇപ്പോൾ ഉള്ള അവാർഡാണോ? ഇതൊക്കെ തിരുവിതാംകൂർ രാജകുടുംബം മുതലേ ഞങ്ങൾക്ക് കിട്ടുന്നതല്ലേ? ഇതാണ് കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം. ഇതിനോടൊക്കെ ഏത് ഭാഷയിലാണ് മാതൃഭൂമി പോലെയുള്ള അല്പം ഗൗരവമുള്ള സംവാദം നടക്കുമെന്ന് നമ്മളൊക്കെ കരുതുന്ന ഒരു ചർച്ചയിൽ ഇതിനോടൊക്കെ ഏത് ഭാഷയിലാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്? എவ்விധത്തിലാണ്? ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ നടത്തപ്പെട്ട ചടങ്ങിൽ വെച്ചിട്ടാണ് ഓസ്ട്രേലിയയിലെ നഗരസഭയോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തെ തലസ്ഥാന നഗരികളുടെ കോർപ്പറേഷൻ ഭരണകൂടം ഈ അവാർഡ് കരസ്ഥമാക്കി ഇങ്ങോട്ടേക്ക് വരുന്നത്. അതൊരു CPIM പദ്ധതിയാണോ അതോ ഒരു കോൺഗ്രസ് BJP പദ്ധതിയാണോ? ലോകമെങ്ങുമുള്ള മലയാളികളുടെ അഭിമാനവും ആവേശവും വാനോളം ഉയരില്ലേ? നമ്മുടെ നാട്ടിലെ ഒരു കോർപ്പറേഷൻ UN ഹാബിറ്റാറ്റിന്റെ അവാർഡ് കരസ്ഥമാക്കി കേരളത്തിലേക്ക് വരുമ്പോൾ അപ്പോഴെന്താണ്? ഇടതുപക്ഷമാണ് ആ കോർപ്പറേഷന്റെ ഭരണം എന്നുള്ളത് കൊണ്ട് ആ UN ഹാബിറ്റാറ്റ് ഒരു മോശം ഹാബിറ്റാറ്റാണ്, ഞങ്ങൾ ആ ഹാബിറ്റാറ്റിനെ അംഗീകരിക്കില്ല. ഇങ്ങനെ ശാഠ്യം പിടിച്ചാൽ നമുക്ക് സംവദിക്കാൻ കഴിയുന്നതാണോ രാഷ്ട്രീയം?
പക്ഷേ അങ്ങേപ്പോലൊരു കോൺഗ്രസ് നേതാവ് നിർബന്ധമായും ഇങ്ങനെ ഒരു പച്ചക്കള്ളം കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറയാനേ പാടില്ലായിരുന്നു. ഞാൻ അതിനെ സംബന്ധിച്ചുമുള്ള ഒരു ശ്രദ്ധേയമായ ഒരു വാർത്ത, ഒരു വിവരം ആങ്കർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ആങ്കർ അത് വായിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എന്താണ് കോൺഗ്രസ് നേതാവ് കേരളത്തിന്റെ വർത്തമാനകാല ധനസ്ഥിതി? കേരളത്തിന്റെ വർത്തമാനകാല ധനസ്ഥിതിയെ സംബന്ധിച്ച് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ ടാക്സ് ഗിഫ്റ്റ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഇന്ത്യയിലെ സാമ്പത്തിക വിദഗ്ധർ നടത്തിയ ശ്രദ്ധേയമായ ഒരു പഠനത്തിന്റെ വാർത്താ തലവാചകം എന്താണെന്ന് അറിയുമോ? കേരള ഡെപ്റ്റ് ഗ്രോത്ത് റേറ്റ് സ്ലോസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ 30 years. ഞാൻ അതിനെ മലയാളീകരിക്കേണ്ടതില്ല, അങ്ങേക്ക് അത് മനസ്സിലാക്കാൻ എന്നേക്കാൾ നല്ല അറിവും പാണ്ഡിത്യമുള്ള ആളാണല്ലോ. കേരളത്തിന്റെ കടത്തിന്റെ വളർച്ച 3 പതിറ്റാണ്ട് 30 വർഷത്തിനിടയിൽ ആദ്യമായി കുറഞ്ഞിരിക്കുന്നു. അങ്ങ് പറഞ്ഞൊരു കണക്ക് ശരിയാണ്. കേരളത്തിന്റെ കടം കുറഞ്ഞില്ലായിരുന്നുവെങ്കിൽ 6 ലക്ഷം കോടിയിൽ എത്തണമായിരുന്നു. 2025 ഇനിയും സാമ്പത്തിക വർഷം അവസാനിക്കാനേ പോകുന്നുള്ളൂ. ആ പോകുന്ന സമയത്ത് എക്സ്പെക്ടഡ് ഡെപ്റ്റ് GSDP റേഷ്യോ എത്രയാണ്? അത് 4.65 ലക്ഷം കോടി. അങ്ങ് പറഞ്ഞ 6 ലക്ഷം കോടിയായിരുന്നു ആകേണ്ടിയിരുന്നത്. പക്ഷെ ഉദ്ദേശം ഒരു 1.5 ലക്ഷം കോടി കടത്തിന്റെ വളർച്ച കേരളം കുറച്ചു. കടം കുറച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് കേരളം. അങ്ങേപ്പോലൊരു കോൺഗ്രസ് നേതാവ്, മറ്റു സാധാരണ ചർച്ചക്കാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പരിച്ഛേദമുണ്ട് എന്ന് പലരാലും കരുതപ്പെടുന്ന അങ്ങേപ്പോലൊരാള് ഇങ്ങനെ ഒരു പച്ചക്കള്ളം, വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കണക്ക് ഇതേപോലെ ഒരു ചർച്ചയിൽ വന്ന് അവതരിപ്പിക്കാൻ പാടുണ്ടായിരുന്നോ? 6 ലക്ഷം കോടി വിചാരിച്ചിരുന്നതാണ്. ഏതു കണക്ക് കൂട്ടിയിട്ടും KP കണ്ണൻ ഉൾപ്പെടെയുള്ള ഏത് വിശാരദന്മാർ കണക്ക് കൂട്ടിയിട്ടും 4.5 ലക്ഷം കോടി എത്തുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവർ വാർത്ത എഴുതിയത്. 3 പതിറ്റാണ്ടിനിടയിൽ കേരളത്തിന്റെ കടത്തിന്റെ തോത് കുറഞ്ഞിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ വകയില്ലേ? നമുക്കെല്ലാവർക്കും സന്തോഷിക്കാൻ വകയില്ലേ? ഇതിന്റെ കൂടെ ഒരു ഇന്ത്യൻ വർഗീയത നമുക്ക് തടഞ്ഞു വെച്ച പണം കൂടെ കിട്ടുമായിരുന്നാലോ? തിരുവനന്തപുരം കോർപ്പറേഷനിലും കൊല്ലത്തും കോഴിക്കോടും കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ വെച്ചു കൊടുക്കേണ്ട വീടുകളുടെ എണ്ണം കൂട്ടില്ലായിരുന്നോ? 2000 സാമൂഹ്യക്ഷേമ പെൻഷൻ ഇപ്പൊ 3000 ആക്കാൻ കഴിയില്ലായിരുന്നോ? ഈ നിലയിൽ വേണ്ട നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ. പിന്നെ ഒറ്റവാചകം പറഞ്ഞ ഞാനത് ഭാഗം വിടാം. മാലിന്യ സംസ്കരണത്തെ സംബന്ധിച്ച് അല്ലെ, വിളപ്പിൽശാല, ഞാൻ കഥയിലേക്കൊന്നും പോകുന്നില്ല. അങ്ങയുടെ ഓർമ്മയിലില്ലേ തിരുവനന്തപുരത്ത് വിളപ്പിൽശാല, കോഴിക്കോട് ഞെളിയൻപറമ്പ്, കൊച്ചിയിൽ ബ്രഹ്മപുരം, തൃശ്ശൂര് ലാലൂര്, കോട്ടയത്ത് താന്നിക്കൽപ്പടി എല്ലാം കേന്ദ്രീകൃത മാലിന്യ നിർമ്മാർജ്ജന കേന്ദ്രങ്ങളല്ലായിരുന്നോ? ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഒന്നുണ്ടോ? ഞെളിയൻപറമ്പ് ഇപ്പോൾ എങ്ങനെയാണ്? തൃശ്ശൂർ ലാലൂരിൽ നിന്ന് IM വിജയന്റെ ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്തത് എങ്ങനെയാണ്? കൊച്ചിയിലെ ബ്രഹ്മപുരത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വകുപ്പ് മന്ത്രി പോയി ക്രിക്കറ്റ് കളിച്ചത് നമ്മൾ കണ്ടില്ലേ? ഇതൊക്കെ എങ്ങനെ മാറി? വെറുതെ അസാധാരണമാവിധം സ്വാഭാവികത എന്നതുപോലെ മാറിയതല്ല. ബോറടിച്ച് അനിതര സാധാരണമായ ഭരണ മികവോടുകൂടെ കേരളം മാറ്റിയെടുത്തതാണ്. വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണത്തിലേക്ക് കേരളം മാറിയില്ലേ? അതിനൊക്കെ ലഭിച്ച അംഗീകാരമല്ല നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ ആത്മാഭിമാനത്തോടുകൂടെ പറയുന്നു, കേരളത്തിലെ കോൺഗ്രസ് BJP ഉൾപ്പെടെയുള്ള ആളുകൾ വോട്ട് ചെയ്യട്ടെ, നമുക്ക് കാണാം എന്തായിരിക്കുമെന്ന്. ശരി അവിടെ ശ്രീ RV രാജേഷ്, ഉള്ള പ്രശ്നം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടക്കുന്ന ഒരു സാമ്പിൾ സർവേ ആണ്. പരമ്പരാഗതമായി തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിനൊരു മേൽക്കൈ ഉണ്ട് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അങ്ങനെ അല്ലാത്ത തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും. അപ്പോൾ ഉള്ള പ്രശ്നം ഇവിടെ പരാജയപ്പെടുകയാണെങ്കിൽ, കേരളത്തിൽ ഇപ്പോൾ കോർപ്പറേഷനുകളിൽ നിങ്ങൾ കണ്ണൂരിലാണ് അധികാരത്തിലുള്ളത്, ബാക്കി കോർപ്പറേഷനുകളൊക്കെ LDF ആണ് ഭരിക്കുന്നത്. അത് തുടർന്നാൽ നറേറ്റീവിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് ഇതാ വീണ്ടും 3ാം ഭരണം എന്ന ഒരു മുൻതൂക്കം അവരെ സംബന്ധിച്ച് കിട്ടും. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കൽ പോലെ നിർണായകമാണ് എന്ന് മനസ്സിലാവുന്നില്ലേ? അതുകൊണ്ട് അല്ല, അത് മനസ്സിലാക്കിയാണല്ലോ ഞങ്ങൾ ഈ പ്രവർത്തനമൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ ഞങ്ങൾക്ക് യാതൊരുവിധ ആശങ്കയില്ല. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ UDF കോൺഗ്രസ് വലിയ വിജയം നേടും, അതിനകത്തൊരു സംശയമില്ല. പിന്നെ ഈ കോർപ്പറേഷനിൽ ജീവിക്കുന്ന ആളുകളല്ലേ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തോ മാറ്റം വരുത്തി എന്നാണ് പറയുന്നത്. ഇവിടെ ആരാ കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ സംവിധാനം ഉണ്ടാക്കിയത്? ഞാൻ പറഞ്ഞില്ലേ, ശിവൻകുട്ടി നിങ്ങളുടെ നേതാവ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി മേയറായിരുന്നപ്പോഴാണ് ഒരു സ്വകാര്യ കമ്പനിയുമായി ചേർന്ന് കോടിക്കണക്കിന് രൂപയുടെ അഴിവ് നിർത്തിക്കൊണ്ട് വിളപ്പിശാലയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചു. അവിടെ സംസ്കരണമേ ഇല്ല. അവിടെ ഒരു നഗരത്തിന്റെ മുഴുവൻ വേസ്റ്റും ഒരു ഗ്രാമത്തിന്റെ മുകളിൽ കൊണ്ട് നിക്ഷേപിക്കുകയാണ് ചെയ്തത്. അവിടെ ജനങ്ങൾ സമരം ചെയ്താണ് കൂട്ടിച്ചത്. ഇപ്പോഴും അവിടെ ആ വിളപ്പിശാല അങ്ങനെ തന്നെ കിടക്കുകയാണ്. അവിടെ ആരും ക്രിക്കറ്റ് കളിക്കാൻ പറ്റില്ല. അവിടേക്ക് കടക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് മാലിന്യ കേന്ദ്രമായി അവിടെ കിടക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഇതിനെ കൊണ്ട് എവിടെയാണ് നിക്ഷേപിക്കുന്നത് പോലും അറിയില്ല. നമ്മൾ കണ്ടാൽ ഈ തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ ഈ നഗര ഹൃദയഭാഗത്താണ് ഈ മാലിന്യം നിറഞ്ഞ ആ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ ഒരു മനുഷ്യൻ മുങ്ങി അവിടെ മാലിന്യത്തിൽ മരിച്ചു വീണത്. അപ്പൊ ഇത്രയധികം മാലിന്യവും ജനങ്ങൾ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നത് ഈ നഗരത്തിൽ ജീവിക്കുന്ന ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ അനുഭവവേദ്യരാണ്.
എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇതൊക്കെ നമുക്ക് ചാനൽ ചർച്ചയുടെ റൂമുകളിൽ ഇരുന്നൊക്കെ അങ്ങ് പറയാം, ഞങ്ങളവിടെ മാറ്റി എന്നൊക്കെ. ഈ ജനങ്ങൾ അനുഭവിക്കുകയല്ലേ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും ഇവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമില്ലായ്മയും. നമ്മൾ എത്രയോ കാലം കൊണ്ട് മെട്രോയെ കുറിച്ച് പറയുന്നു, മോണോ റെയിലിനെ കുറിച്ച് പറയുന്നു. എന്താ UDF കാലഘട്ടത്തിൽ പഠനം പൂർത്തിയാക്കിയതാണ്. എവിടെ പോയി മെട്രോ, എവിടെ പോയി മോണോ റെയിൽ? ഇതൊന്നും നടപ്പാക്കുന്നില്ലല്ലോ. ഇവിടെ ഈ നഗരത്തെ ഇന്നും 40 വർഷത്തെ പിറകിലേക്ക് നയിച്ച ഒരു കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ മറയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ധാരണകളുണ്ടല്ലോ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും. ഇപ്പോൾ BJPക്ക് ഇതൊക്കെ പറയും, BJP ഒരു വലിയ തകർച്ചയാണ് തിരുവനന്തപുരത്ത് നേടാൻ പോകുന്നത്. ഇവിടെ നമ്മൾ കണ്ടതാണ്, ഇവിടെ തിരുമല അനിലിൻ്റെ ആത്മഹത്യ. ഇപ്പോൾ MS കുമാർ എന്ന് പറയുന്ന BJPയുടെ നേതാവ് ഉയർത്തിയിരിക്കുന്ന കലാപക്കൊടി, BJPക്കകത്ത് വലിയ കലാപക്കൊടി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ 2ാം സ്ഥാനം പിടിക്കുമെന്നുള്ള ധാരണയൊന്നും വേണ്ട. പഴയ സ്ഥാനത്തേക്ക് BJP തിരിച്ചു പോകും, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഇത്തരം വാദമുകൾ, പിന്നെ നിങ്ങൾ തമ്മിലുള്ളൊരു ധാരണ അത് ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാണുകയാണ്. ഇവ PM ശ്രീയിൽ ഒപ്പിട്ടപ്പോൾ ഈ ഗവൺമെന്റിനെ വിദ്യാഭ്യാസ മന്ത്രിയെ മുഖ്യ മത്സരം 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും നിൽക്കുന്ന ആളുകൾ 3ാം സ്ഥാനത്തിരിക്കുന്നവരെ തോപ്പിക്കാൻ വേണ്ടി ധാരണ ഉണ്ടാക്കൂ. അല്ല, അതിപ്പോ നമ്മൾ കണ്ടു ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്. PM ശ്രീ ഒപ്പിട്ടപ്പോൾ അവിടെ വിദ്യാഭ്യാസ മന്ത്രി അഭിനന്ദിക്കാൻ പോയത് BJPക്കാർ, ABVPക്കാർ. എന്നിട്ട് അതിൽ നിന്ന് പിന്മാറിയപ്പോൾ ഒരു പ്രതിഷേധം പോലും നടത്തിയിട്ടില്ലോ. ശബരിമലയെ കൊള്ള നടത്തിയപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ BJP ഉണ്ടായില്ലല്ലോ. അപ്പം ഇതൊക്കെ തമ്മിലുള്ള വലിയ ധാരണയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ധാരണ നമുക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും BJP ഏത് വർഗീയ കക്ഷികളുമായി കൂട്ടുപിടിക്കാനും അതിൽ കോൺഗ്രസിനെ തകർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ CPM-നുള്ളൂ. അത് തൃശ്ശൂരിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഇത്തരം ധാരണകൾ BJPയും CPM ഒക്കെ ഉണ്ടാക്കും. അത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ മറച്ചു വയ്ക്കാൻ വേണ്ടി ഒരു EDയും കേരളത്തിലേക്ക് വന്നിട്ടില്ലല്ലോ. എത്ര മുഖ്യമന്ത്രിമാർ ജയിലിലേക്ക് പോയി, എത്ര മുഖ്യമന്ത്രിമാർക്കെതിരെ അവരുടെ വീടുകളിലേക്ക് ED കടന്നുപോയി. ഇപ്പൊ ഇവിടെ വരാത്തത് എന്തെല്ലാം സ്വർണ്ണ കൊള്ള അടക്കം ഒരുപാട് ആരോപണങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയല്ലേ. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകന് ED സമൻസ് അയച്ചു എന്ന് പറഞ്ഞിട്ട് എത്ര കാലമായി? അതിനെക്കുറിച്ച് മിണ്ടുന്നുണ്ടോ? അതിനെക്കുറിച്ച് പാർട്ടി അഭിപ്രായം പറയുന്നുണ്ടോ? അപ്പൊ ഇതൊന്നും പറയുന്നില്ല. അപ്പൊ ഇതൊക്കെ വളരെ ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ജനങ്ങൾക്കറിയാം BJPയും CPM-ഉം നടത്തിക്കൊണ്ടിരിക്കുന്ന ധാരണകൾ, അന്തർധാരകൾ. ആ അന്തർധാരകൾ പൊളിയാൻ പോവുകയാണ്. ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുകയാണ്. ആ മനസ്സിലാക്കിയ ജനങ്ങൾ ഇത് കൃത്യമായും UDF-ന് തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യുന്നുള്ള ഒരു സംശയമില്ല. ശ്രീ ശങ്കുട്ടിദാസ്, ഒന്ന് അന്തർധാര എന്ന ആരോപണം അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉന്നയിക്കുന്നതാണ്. അതിന് താങ്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മറുപടി പറയാം. പക്ഷേ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ഉന്നയിക്കപ്പെട്ടു. അത് തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള സ്ഥിതിവിശേഷമാണ്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 30 വാർഡുകളിൽ നിങ്ങൾക്ക് നിർണായകമായ മേൽക്കൈ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് വലിയ തോതിൽ വ്രണതഹൃതരായിട്ടുള്ള ഒരു വിഭാഗം മനുഷ്യരുണ്ട്. നിങ്ങളെ പിന്തുണച്ചിരുന്ന ആളുകൾ. തിരുമല അനിലിന്റെ ആത്മഹത്യ മാത്രമല്ല, ഇപ്പോൾ MS കുമാർ ചില കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തണോ എന്ന് ചോദിച്ച് പരസ്യമായ നിലപാടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സാമ്പത്തിക സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പ എടുത്തതും ഒടുവിൽ വായ്പ കൊടുത്ത ആളുകൾ ബലിയാടുകളായതും ഒക്കെ വിഷയമായി ഇവിടെ ഇങ്ങനെ നീറിപ്പുകഞ്ഞു കിടക്കുന്നുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾക്കുണ്ടായ പെർഫോമൻസ് ഇത്തവണ അതുപോലെ റിപ്പീറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടോ? നമുക്ക് ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ഊഴത്തിൽ പറഞ്ഞു നിർത്തിയെടുത്ത് ബാക്കി പറയാമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷന് കിട്ടിയിട്ടുള്ള ദേശീയ പുരസ്കാരത്തെ പറ്റി അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ആ കാര്യങ്ങളിലേക്കുള്ള സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നത്, നിങ്ങൾക്ക് അത്ര വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ കേന്ദ്ര മന്ത്രാലയത്തോട് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള അവാർഡുകൾ തിരുവനന്തപുരം നഗരസഭയുടെ അഭൂതപൂർവ്വമായിട്ടുള്ള പ്രകടനത്തെ തിരസ്കരിക്കാൻ പറയുന്ന അവാർഡുകൾ കൊടുക്കരുത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത്രയും ആത്മവിശ്വാസത്തോടെ അദ്ദേഹം പറയുമ്പോൾ എന്ത് അവാർഡാണ് തിരുവനന്തപുരം കോർപ്പറേഷന് ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയത് എന്ന് ഞാനൊന്ന് പരിശോധിച്ചു. അതായത് PM സ്വനിധി പ്രൈസ് അവാർഡാണ്. മിനിസ്ട്രി ഓഫ് അർബൻ ഡെവലപ്മെന്റ് ആൻഡ് ഈ വകുപ്പ് കൊടുക്കുന്ന PM സ്വനിധി പ്രൈസ് അവാർഡാണ് കിട്ടിയത്. എന്താണ് ഈ PM സ്വനിധി പ്രൈസ് അവാർഡ് എന്ന് പറഞ്ഞാൽ? അതായത് COVID-19 വന്ന സമയത്ത് ആളുകൾക്ക്, സാധാരണ വഴിയോര കച്ചവടക്കാർക്ക് നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടുള്ള ഒരു പദ്ധതിയാണ് സ്വനിധി എന്ന് പറയുന്നത്. സ്വനിധിയിലെ SVA എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് വെൻഡേഴ്സ് അഭിയാൻ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രീറ്റ് വെണ്ടർമാർക്ക്, അങ്ങനെയുള്ള 96 ലക്ഷം സ്ട്രീറ്റ് വെണ്ടർമാർക്ക് ലോണായിട്ട് ഏതാണ്ട് 14 ലക്ഷം കോടി രൂപ കൊടുത്തിട്ടുള്ള ഒരു പദ്ധതിയാണിത്. ഇത് നടപ്പാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ മന്ത്രാലയങ്ങൾ അഭിനന്ദിച്ചിട്ടുണ്ട്. അങ്ങനെ അഭിനന്ദിച്ച് കൊടുക്കുന്ന അവാർഡിനെയാണ് പ്രൈസ് എന്ന് പറയുന്നത്. പെർഫോമൻസ് റെക്കഗ്നിഷൻ ഫോർ ആക്സസ് ടു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് സ്ട്രീറ്റ് വെൻഡേഴ്സ് എംപവർമെന്റ്. അതായത് ഈ പറയുന്ന PM സ്വനിധി അവാർഡ് ഏറ്റവും നന്നായി നടപ്പാക്കിയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ്. അതിലെ 2024 പുരസ്കാരങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റുകൾ മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്. യൂണിയൻ ടെറിട്ടറികൾ ലഡാക്ക്, പുതുച്ചേരി. ഹില്ലി ആൻഡ് നോർത്തേൺ ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആസാം, സിക്കിം. സ്പെഷ്യൽ അവാർഡ് ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. പിന്നീട് ബെസ്റ്റ് പെർഫോമിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ കനറ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ഇന്ത്യ. അതർ ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആര്യവർത്ത് ബാങ്ക്, കേരള ഗ്രാമീൺ ബാങ്ക്. ഇങ്ങനെ പല കാറ്റഗറികളിലേക്ക് പോകുമ്പോൾ അർബൻ ലോക്കൽ ബോഡീസ് ഉണ്ട്. അതിൽ തന്നെ 10 ലക്ഷത്തിന് മുകളിൽ ആളുകൾ താമസിക്കുന്നതിൽ ഫസ്റ്റ് ഡൽഹിയാണ്, പിന്നീട് ബാംഗ്ലൂരുമാണ്, പിന്നീട് അഹമ്മദാബാദാണ്. പിന്നീട് 1 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയ്ക്ക് ആളുകൾ താമസിക്കുന്നത്. അതിൽ ആദ്യം ഉജ്ജയിൻ, രണ്ടാമത് സോളാപൂർ, മൂന്നാമത് തിരുവനന്തപുരം. പിന്നെ 1 ലക്ഷത്തിൽ താഴെ ആൾക്കാർ താമസിക്കുന്നതിൽ ആദ്യം നവാബ്ഗഞ്ച്, മേദിനി നഗർ, മുനിസിപ്പൽ കൗൺസിൽ ഓഫ് സാർണി. അതായത് PM സ്വനിധി എന്ന് പറയുന്ന ഒരു പദ്ധതി, സ്ട്രീറ്റ് വെണ്ടർമാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ലോൺ കൊടുക്കുന്ന പദ്ധതി. ആ പദ്ധതി ഏറ്റവും നന്നായി നടപ്പാക്കാൻ വേണ്ടിയിട്ട് അത് ഏറ്റവും കൂടുതൽ ലോൺ കൊടുത്തിട്ടുള്ള ആളുകളെ ആദരിക്കുന്നു. സംസ്ഥാന തലത്തിൽ, ബാങ്കുകളുടെ തലത്തിൽ, ധനകാര്യ സ്ഥാപനങ്ങളുടെ തലത്തിൽ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളുടെ തലത്തിൽ. അതിൽ തന്നെ 1 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയ്ക്ക് ആളുകൾ താമസിക്കുന്ന കോർപ്പറേഷനുകളിലെ 3-ാം സ്ഥാനത്ത് വന്നതിന് കിട്ടിയിട്ടുള്ള പ്രോത്സാഹന സമ്മാനത്തെയാണ്, പ്രൈസ് അവാർഡിനെയാണ് കേരളത്തിലെ തിരുവനന്തപുരം നഗരസഭയുടെ അത്ഭുതകരമായിട്ടുള്ള പ്രകടനത്തിന് കിട്ടിയിട്ടുള്ള ദേശീയ അവാർഡ്. അത് കണ്ടിട്ട് ഞങ്ങൾക്ക് അസൂയ. അത് മാത്രമല്ല കേട്ടോ, നിങ്ങൾ തന്നെ ഉന്നയിക്കുന്ന അവാർഡുകളുടെ യഥാർത്ഥ സ്വഭാവം. ഈ സ്വനിധി അവാർഡിന്റെ കാര്യം ജയിക്കേണ്ട ഞാൻ പരിശോധിച്ച് പറയാം. അല്ല, സ്വനിധി അവാർഡിന്റെ കാര്യം പറഞ്ഞത് ഞാനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരം ഹഡ്കോ നാഷണൽ അവാർഡ് 2024. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ secured 2 awards from Housing and Urban Development Corporation, HUDCO, for excellence in urban governance. One of the innovating drinking water distribution, sole winner in its category, and another for septic disposal and sanitation. These include cash prize of 1 lakh each. A trophy and citation awarded in New Delhi. The HUDCO National Awards 2024 ആണ്. പിന്നെ വാട്ടർ പ്ലസ് സർട്ടിഫിക്കേഷൻ under സ്വച്ഛ് സുരക്ഷ 2024. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ achieved water plus status from the Ministry of Housing and Urban Affairs, making its first Kerala city to do so. This certification vindicates effective water management, including sewage treatment plants, septage collection, and preventing untreated discharge into water bodies. It followed a rigorous verification process and community-driven campaigns. ഇത് 2 പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ്. നമ്മൾ ഈ പുരസ്കാരങ്ങളുടെ പേരിൽ തർക്കിക്കേണ്ട കാര്യമുണ്ടോ? തിരുവനന്തപുരം കോർപ്പറേഷൻ നന്നായി ഡെലിവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. അല്ല, നന്നായി ഡെലിവറി ചെയ്യുന്നുണ്ടെന്നുള്ളത് ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നുണ്ടോ എന്നുള്ളതാണല്ലോ പ്രശ്നം. തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? നമുക്ക് ഈ അവാർഡുകളുടെയൊക്കെ വിശ്വാസ്യത, ഈ അവാർഡുകളുടെയൊക്കെ യഥാർത്ഥത്തിലുള്ള ഇത്തരത്തിൽ പലതരത്തിലുള്ള അവാർഡുകളെ തെറ്റായ രീതിയിൽ പ്രസന്റ് ചെയ്യുകയും കിട്ടാത്ത അവാർഡുകൾ കിട്ടിയെന്ന് പറയുകയും യഥാർത്ഥത്തിൽ കിട്ടിയിട്ടില്ലാത്ത അവാർഡുകളെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയതായി ഭാവിക്കുകയും, ഇപ്പം ഇവിടുത്തെ ധനകാര്യ മന്ത്രി പോലും എന്താണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ 1ാം റാങ്ക് ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് വ്യാജ പ്രചരണം നടത്തുകയും അത് യഥാർത്ഥത്തിൽ എന്താ സംഭവം പിന്നീട് പുറത്തു വരികയൊക്കെ ചെയ്തല്ലോ. അപ്പൊ ഈ നിലയിലുള്ള അവകാശവാദങ്ങൾ കൊണ്ട് ഇവർക്ക് ഇത്തരത്തിലുള്ള ചർച്ചകളിൽ ശോഭിക്കാൻ സാധിക്കില്ല. ഇവിടെ ഓരോ അവാർഡിന്റെയും പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങൾ പരിശോധിച്ച് പോകുമ്പോൾ അതിന്റെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലായി. ഇപ്പൊ സ്വനിധിയുടെ കാര്യം ഇപ്പൊ ഞാനത് അന്വേഷിച്ചപ്പോഴാണല്ലോ മനസ്സിലായത്. ഇതേപോലെ ഹഡ്കോയുടെ അവാർഡിന്റെ സ്വഭാവം എന്താണ്, അത് ഒരേ സമയം എത്ര ആളുകൾക്ക് കൊടുക്കുന്നതാണ്, എന്താണിത് കൊടുക്കുന്നതിന്റെ മാനദണ്ഡം എന്നുള്ളതൊക്കെ ഒരു പക്ഷെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കഥകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു കഥ ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഉത്തമ ബോധ്യം. ഏതായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ അവാർഡുകളുടെ പേരൊന്നും പറഞ്ഞുകൊണ്ട് ഒരു അവസരത്തിന് കൂടി ആളുകൾക്കിടയിലേക്ക് ഇറങ്ങാൻ ഈ ഇടതുപക്ഷത്തിന് നഗരസഭയ്ക്ക് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത്രമേൽ ജനവിരുദ്ധമായി മാറിക്കഴിഞ്ഞ, അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും പേരിൽ അത്രമേൽ ജനദ്രോഹപരമായി മാറിക്കഴിഞ്ഞിട്ടുള്ള, ഇത്രനേരം വിമർശനങ്ങൾ നേരിട്ടിട്ടുള്ള മറ്റൊരു കോർപ്പറേഷൻ തിരുവനന്തപുരം നഗരത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള സമരങ്ങളാണ് കഴിഞ്ഞ 5 വർഷവും തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുന്നിൽ ഈ വർഷങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ളത്. കൗൺസിലർമാര് നിസ്സഹകരണം നടത്തുന്ന കൗൺസിലർമാരെ പോലീസിനെ വിട്ട് അറസ്റ്റ് ചെയ്യിക്കുകയും അവരെ അധികാരത്തിന്റെ ഹുങ്ക് ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിക്കാൻ വരെ തയ്യാറാവുകയും ചെയ്തിട്ടുള്ള മറ്റൊരു കോർപ്പറേഷൻ ഉണ്ടായിട്ടില്ല. കോർപ്പറേഷനിലുള്ള മേയറെ കോർപ്പറേഷനിലുള്ള സ്റ്റാഫുകൾ തന്നെ ബഹിഷ്കരിക്കുകയും ഇവരുടെ ബഹിഷ്കരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മേയർ കോർപ്പറേഷനിൽ വന്ന് ജോലി എടുക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം മുന്നേ കോർപ്പറേഷനിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഏതെങ്കിലുമൊക്കെ അവാർഡുകളുടെ പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രകടനം നല്ലതാണെന്ന് പറയാൻ അവർക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടുള്ളത് ഈ കോർപ്പറേഷനിൽ നടന്നിട്ടുള്ളത് അഴിമതിയും സ്വജനപക്ഷപാതിത്വവും കെടുകാര്യസ്ഥതയുമാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ അതിനെതിരെയൊക്കെ ശക്തമായിട്ടുള്ള സമരം നയിച്ചിട്ടുള്ളത് BJP ആയതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചത് ശ്രീ ശങ്കു, നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളെ കുറിച്ച് കൂടിയാണ്. നോക്കൂ, അത്തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം നോക്കൂ, അത് ശ്രീ തിരുമല അനിലിന്റെ മരണം എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ വിയോഗത്തിലുള്ള എൻ്റെ അഗാധമായിട്ടുള്ള ദുഃഖവും അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടുള്ള എൻ്റെ സ്നേഹവും ഞാൻ അറിയിക്കട്ടെ.
അത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ അദ്ദേഹം അങ്ങനെ ഒരു കടുത്ത തീരുമാനമെടുക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അദ്ദേഹത്തെ സഹായിക്കാൻ സംഘടനയ്ക്കും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർക്കും എല്ലാം പൂർണ്ണ ബാധ്യത ഉണ്ടായിരുന്നു എന്നതാണ് എൻ്റെ ഉറച്ച ബോധ്യവും. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ആരോപണങ്ങൾക്കെല്ലാം എന്തെങ്കിലും തരത്തിലുള്ള പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് സംഘടനയ്ക്കുള്ളിൽ സീറ്റുമായി ബന്ധപ്പെട്ടിട്ടോ മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടോ പല തർക്കങ്ങളും ഉണ്ടാവാം. ആ തർക്കങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല ആരോപണങ്ങളും ഉണ്ടാവാം. അങ്ങനെയുള്ള ചില ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ആ ആരോപണങ്ങളെയൊക്കെ ആ രീതിയിൽ തന്നെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം. അതല്ലാതെ ഈ മരണത്തെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിക്കൊണ്ട് തെരഞ്ഞെടുപ്പിലുള്ള BJPയുടെ പ്രകടനത്തെ ഏതെങ്കിലും നിലയിൽ വെല്ലുവിളിക്കുന്ന ഒരു കാര്യമാക്കി മാറ്റാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അത്തരത്തിലുള്ള ശ്രമങ്ങളെല്ലാം ഹീനമാണ്, ദൗർഭാഗ്യകരമാണ്, നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഒരു കൗൺസിലറുടെ മരണത്തെ ഒരു പ്രസ്ഥാനത്തിനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും തരംതാണ രാഷ്ട്രീയമാണ് എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. അതൊന്നും BJPയെ ബാധിക്കുന്നതല്ല. തിരുവനന്തപുരം നഗരസഭയിൽ ശ്രീ തിരുമല അനിലിൻ്റെ വാർഡിൽ ഉൾപ്പെടെ BJP വളരെ മികച്ച പ്രകടനം നടത്തുമെന്നും അദ്ദേഹത്തിന് കൂടി വേണ്ടി തിരുവനന്തപുരം നഗരസഭ BJP ജയിക്കുമെന്നാണ് എൻ്റെ ആത്മവിശ്വാസം. ശരി, നമുക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയേക്കാം. ചർച്ചയിലേക്ക് വേണം. ശ്രീ ജേക്സി തോമസ്, ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പുരസ്കാരങ്ങളോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ വിട്ടുകഴിഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു പാൻ കേരള അടിസ്ഥാനത്തിൽ നടക്കപ്പെടുന്ന ഒരു വലിയ എക്സിറ്റ് പോളാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ നിങ്ങളിതിനെ, ഈ തെരഞ്ഞെടുപ്പിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ചൂണ്ടുപലകയായി തന്നെ കാണുമോ? നെഗറ്റീവാണ് റിസൾട്ട് എങ്കിൽ, ഭൂരിപക്ഷം പഞ്ചായത്തുകൾ LDFന് നേടാൻ കഴിയുന്നില്ലെങ്കിൽ, കോർപ്പറേഷനുകൾ, ഇപ്പോൾ ഭരിക്കുന്ന കോർപ്പറേഷനുകൾ നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ, മുനിസിപ്പാലിറ്റികളിൽ തിരിച്ചടിയാനുണ്ടാവുന്നത് എങ്കിൽ 3.0 എന്നുള്ളതൊരു മരീചിക മാത്രമാണ് എന്ന് അംഗീകരിക്കുമോ? അല്ല, അങ്ങയുടെ ചോദ്യത്തിലേക്ക് നേരിട്ട് വരാം. ഒറ്റവാചകത്തിൽ നേരിട്ട് വന്നിട്ട് ബാക്കി പ്രതികരണത്തിലേക്ക് പോകാനാണ് കരുതുന്നത്. ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് അല്പമാസാന്തരങ്ങളുടെ മാത്രം വ്യത്യാസമുള്ള കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ലിറ്റ്മസ് ടെസ്റ്റായി മാറുമോ എന്നുള്ളതാണ് ചോദ്യം. അതിലിപ്പോൾ ഏകപക്ഷീയമായി ഞാനെന്ത് അഭിപ്രായം പറഞ്ഞാലും ഇല്ലെങ്കിലും യുക്തിസഹമായി ചിന്തിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന മലയാളികളുടെ തെരഞ്ഞെടുപ്പ് അനുഭവം എന്താണ്? സമീപകാല തെരഞ്ഞെടുപ്പ് അനുഭവം എന്ന് പറയുന്നത് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും പ്രത്യേകിച്ച് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന പ്രാദേശിക ഗവൺമെന്റ് തെരഞ്ഞെടുപ്പും തമ്മിലുള്ള അന്തരം വളരെ വളരെ കുറഞ്ഞു വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള അർത്ഥപൂർണമായ രാഷ്ട്രീയ സന്ദേശമായിരിക്കും, വിധിയെഴുത്തിനെ സംബന്ധിച്ചുള്ള അർത്ഥപൂർണമായ രാഷ്ട്രീയ സന്ദേശമായിരിക്കും കേരളത്തിലെ പ്രാദേശിക സർക്കാരിലേക്ക് നടത്തപ്പെടാൻ വേണ്ടി പോകുന്ന ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് സംബന്ധിച്ച് വരവേ അതിൻ്റെ വിവിധ വിഷയങ്ങൾ നമുക്ക് ഇതിനിടയിൽ സംവദിക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ ഒരു കാര്യത്തോട് പോലും വസ്തുതകളെ മുൻനിർത്തി ഞാൻ ആവർത്തിച്ച് PCR ടീമിന് വാർത്താ തലവാചകങ്ങൾ, തെളിവുകൾ, നമ്മളുടെ മുമ്പിൽ യൂണിയൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുള്ള UN ഹാബിറ്റാറ്റ് ഇവരെയൊക്കെ കോട്ട് ചെയ്തിട്ട് അവരൊക്കെ നൽകിയ പുരസ്കാരങ്ങൾ, അവരുടെ പ്രതികരണങ്ങൾ, അതിനെ ചൂണ്ടിക്കാട്ടിയിട്ട് കേരളത്തിൽ ഈ ഇടതുപക്ഷ ജൈത്രയാത്ര തുടരേണ്ടതുണ്ടോ? ഇതാണ് ഞാൻ സമീകരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷെ അതിനോടൊക്കെയുള്ള പ്രതികരണം എങ്ങനെയാണ്? ഈ PM ശ്രീക്ക് എന്തോ കോവിഡിന്റെ കവയത്തെയാണ്. ഞാൻ പറഞ്ഞു വെച്ച 2 അവാർഡുകളെ സംബന്ധിച്ചും 2024 ആണ്ട് ഒക്ടോബർ മാസം, അതായത് കൃത്യം 1 വർഷം മുമ്പുള്ള യൂണിയൻ അർബൻ മിനിസ്റ്ററുടെ അവാർഡുകളെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ ഏറ്റവും മോശം കോർപ്പറേഷന്റെ പട്ടികയിലേ അല്ല. അപ്പൊ പറയുകയാണ് 3ാമത്തെ കോർപ്പറേഷൻ അല്ലേ ഉള്ളൂ. ഇവിടെ പറയുന്നത് കേട്ടാൽ തോന്നും 1ാമത്തെ കോർപ്പറേഷനുള്ള അവാർഡ് കിട്ടിയതാണെന്ന്. പ്രേക്ഷകരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇന്ത്യയെമ്പാടും ഞാൻ ഗ്രോക്കിനോട് ചോദിച്ചപ്പോ 269 കോർപ്പറേഷനുകളുണ്ട്. ഇന്ത്യയെമ്പാടുമുള്ള 269 കോർപ്പറേഷനിൽ ഇനി BJP നേതാവ് പറഞ്ഞ ഒരു വാദത്തിന് വേണ്ടി നമുക്ക് അങ്ങ് എടുക്കാം. 3ാമതായാൽ ആ 3ാമതൊരു മോശം 3ാമതാണോ? ആ 3ാം സ്ഥാനക്കാരനെ കേന്ദ്രമന്ത്രിസഭയും കേന്ദ്രമന്ത്രിയും ചേർന്ന് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വണ്ടി അയച്ച് വിളിപ്പിച്ച് അവാർഡ് കൊടുത്ത് പുരസ്കരിക്കാൻ മാത്രം കുറവുള്ള ഒരു 3ാം സ്ഥാനമാണോ അത്? യുക്തിസഹമായി ചിന്തിക്കുന്ന ആളുകൾ വിലയിരുത്തട്ടെ. ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. പക്ഷെ പറഞ്ഞു വരുന്ന വഴിയിൽ BJP നേതാവ് എന്തുകൂടെ പറഞ്ഞു? ഒറ്റവാചകം BJP നേതാവ് എന്തുകൂടെ പറഞ്ഞു? ഇങ്ങനെ തന്നെയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തി പിന്നീട് വെളിപ്പെടുത്തുന്നത്. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, അങ്ങേക്ക് സമയം കിട്ടുമ്പോൾ ആ പീയൂഷ് ഗോയൽ അങ്ങേക്ക് ആക്സസബിൾ ആണോ അല്ലേന്ന് എനിക്കറിയത്തില്ല. അയാളെ വിളിച്ച് പറഞ്ഞു കൊടുക്കണം. ബ്രാപ്പ് ആണോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണോ? അങ്ങനെയാണെന്നാണ് എന്ത് പറയുന്നത് യൂണിയൻ ഗവൺമെന്റിന്റെ സൈറ്റിൽ പറയുന്നത്. 2014 മുതൽ
ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ, BRAP. അതാണ് ഈസ് ഓഫ് ഡൂയിങ്ങിന്റെ മാനദണ്ഡമെന്ന് BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉന്നതരാൽ നയിക്കപ്പെടുന്ന, ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന നേതാവ് ചെറുതാണോ ഉന്നതാണോ എന്ന് എനിക്കറിയില്ല, ഉന്നതരാൽ നയിക്കപ്പെടുന്ന യൂണിയൻ ഗവൺമെന്റിന്റെ മിനിസ്ട്രി അവിടെ അച്ചടിച്ച് വെച്ചിരിക്കുന്ന അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ എക്സ്പ്രസ് വാർത്ത എഴുതിയത്, ബ്രാപ്പിൽ കേരളം 1ാം സ്ഥാനത്തെത്തിയപ്പോഴും എഫോർട്സ് പേ ഓഫ്, കേരള റാങ്ക്ഡ് നമ്പർ 1 ഇൻ ദ കേസ് ഓഫ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിഫോംസ്. ഇതൊരു CPM പത്രം അല്ലല്ലോ എക്സ്പ്രസ്, അതൊരു ദേശീയ മാധ്യമമല്ലേ? ഞങ്ങൾ ദേശീയ തലത്തിൽ ഇല്ലെന്നാണോ നിങ്ങളൊക്കെ പരിഹസിക്കാറുള്ളത്? അതോ അവരെയൊക്കെ ഞങ്ങൾ വിലക്കെടുത്തോ? അതോ കേന്ദ്രമന്ത്രിയായ പീയൂഷ് ഗോയൽ മുതൽ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പത്രാധിപര് വരെ വിവരം കെട്ട ആളുകളായിട്ടാണോ? അപ്പൊ സമയം കിട്ടുമ്പോ CPM വിരുദ്ധത കൈമുതലാക്കി എന്ന് വെച്ച് എന്ത് പരമാബദ്ധവും വിളിച്ചു പറയുന്ന ഒരു പരിമിത വിഭവനായി നമ്മുടെ BJP നേതാവ് മാറാൻ പാടില്ല. അങ്ങ് അല്പം കൂടെ കാര്യങ്ങളെ തുറന്ന മനസ്സോടുകൂടെ മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും ചുരുങ്ങിയ പക്ഷം കേന്ദ്ര സർക്കാരിന്റെ സൈറ്റെങ്കിലും പരിശോധിക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ് എനിക്ക് അങ്ങയോട് സൂചിപ്പിക്കാനുള്ളത്. കോൺഗ്രസ് നേതാവ് മിനിമം തിരുവനന്തപുരം MP ശശി തരൂരിനെയും തമ്പാനൂർ രവിയെയും കാര്യങ്ങൾ പറഞ്ഞത് ബോധ്യപ്പെടുത്തണം. 3ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്നും പഞ്ചായത്ത് മുതൽ കോർപ്പറേഷൻ വരെ തോറ്റുപോകുമെന്നും സ്വന്തം അണികളായ കോൺഗ്രസുകാരെ വിളിച്ച് പറയരുത് എന്ന് കോൺഗ്രസ് നേതാവ് സമയം കിട്ടുമ്പോൾ തിരുവനന്തപുരത്തുണ്ടല്ലോ, അവിടെ പറഞ്ഞാൽ മതി. ശരി, പെട്ടെന്നുള്ള പ്രതികരണം. അല്ല, ഇവിടെ ഈ ജയിക്ക് എന്തൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലായി. അവാർഡ് ഈ അവാർഡ് ഫ്രെയിം ചെയ്ത് എല്ലാ വീട്ടിലേയും കൊടുത്താൽ മതി. ഈ നഗരത്തിലെ ജനങ്ങളുടെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ കഴിയുന്നില്ല, ഇവിടെയുള്ള റോഡുകൾ നന്നാക്കാൻ കഴിയുന്നില്ല, ഇവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു വികസനവുമില്ല. ഇതൊന്നും നടപ്പാക്കാതെ ജനങ്ങളുടെ മേൽ അധിക നികുതിയും ഭാരങ്ങളും മാത്രം ഏൽപ്പിച്ച ഒരു ഗവൺമെന്റ്. പിന്നെ ഒരു കണക്കൂടെ പറയുന്നത് ഞാൻ അന്തം വിട്ടുപോയി. കേരളത്തിന്റെ പൊതുകടം കുറഞ്ഞു എന്നാണ്. ഈ അടിയന്തരമായ ഒരു കാര്യം ചെയ്യണം, കേരളത്തിലെ ധനകാര്യമന്ത്രിയെ മാറ്റിയിട്ട് ഈ ജയിക്കിനെ കേരളത്തിലെ ധനകാര്യമന്ത്രിയേക്ക് 6 മാസത്തേക്ക് നിയമിച്ചാൽ മതി. കാരണം 1.5 ലക്ഷം കോടി രൂപയുടെ പൊതുകടം ഉണ്ടായിരുന്ന കേരളത്തിൽ അതിന് 4 ഇരട്ടി പൊതുകടമാക്കി 4,50,000 കോടി രൂപയുടെ കടമാക്കി വെച്ച ഒരു ഗവൺമെന്റ് ഇനി എക്സ്പെക്ടഡ് കടം, കിഫ്ബിയുടെ ഉൾപ്പെടെയുള്ള കടം കൂടി ചേർത്താൽ കേരളം 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിലാക്കിയിട്ടാണ് ഈ ഗവൺമെന്റ് അത്രയധികം ഇവിടെ കൊള്ള നടത്തി കടമാക്കി കേരളത്തെ കുത്തുവാള എടുപ്പിച്ച ഈ ഗവൺമെന്റ് പ്രതിനിധിയാണ് വന്നിരുന്ന് പറയുന്നത് കേരളത്തിന്റെ കടബാധ്യത കുറഞ്ഞെന്ന്. ഏത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അവാർഡ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ജനങ്ങളുടെ അടുപ്പിൽ ഇത്തരം കൊള്ളത്തരങ്ങൾ മാത്രം ഇവിടെ നിന്ന് വിളമ്പിയിട്ടൊന്നും കാര്യമില്ല. ഈ നഗരത്തിൽ ജീവിക്കുന്ന ആളുകൾക്കറിയാം, തൊട്ടടുത്തു കൂടിയാണ് ആമയഴിഞ്ചാൻ തോട് പോകുന്നത്. അവിടെ അതിന്റെ കരയിൽ കൂടെ പോകുന്ന ആളുകൾക്കറിയാം ദുർഗന്ധം കൊണ്ട് അതുവഴി പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ദുർഗന്ധ വാഹിനിയായി അതിലേക്ക് പോകാനുള്ള സമയമില്ല. ജയിക്ക് അയച്ചു തന്നത് ധനം ഓൺലൈനിന്റെ ധനമന്ത്രിയെ കോട്ട് ചെയ്തിട്ടുള്ള വാർത്തയല്ലേ? ശരി. എന്തായാലും കേരളത്തിന്റെ കടം കുറഞ്ഞിട്ടില്ല, 6 ലക്ഷം കോടി ആയില്ല, 4 ലക്ഷം കോടി ആയിട്ടുള്ളൂ. ശരി എന്നുള്ളതാണല്ലോ വാദം. ഓക്കെ, ശ്രീ ശങ്കുട്ടിദാസ്, പെട്ടെന്ന് ബാക്കിയുള്ള താങ്കൾക്ക് മറുപടി GSDP വെച്ച് കടം കുറഞ്ഞോ? GSDP റേഷ്യോ ആണല്ലോ കുറെ കാലമായിട്ട് പറയുന്നത്. കാര്യം പറയാം, ഈ ചർച്ചയിൽ പോലും തോമസ് പറയുന്നത് ഡൂയിങ് ബിസിനസ്സിൽ കേരളം 1ാം റാങ്ക് എത്തി എന്നുള്ള അവകാശവാദം സത്യമാണെന്നാണ്. നോക്കൂ, ഈ ചോദ്യത്തിന് പാർലമെന്റിൽ കേന്ദ്രമന്ത്രിയുടെ ഉത്തരം പറഞ്ഞിട്ടാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന റാങ്കിങ് 2021 നിങ്ങൾ മിണ്ടാതിരിക്കൂ സാർ, നിങ്ങൾ ഇത്രയും നേരം എന്നെ ഉപദേശിക്കുകയായിരുന്നില്ലേ? 2021 ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഒരു അവാർഡ് ഇന്ത്യയിൽ കൊടുക്കുന്നില്ല, ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് എന്നുള്ള പേരിൽ കൊടുക്കുന്നില്ല. പിന്നെ എന്താ ഉള്ളത്? ഈ BRAP എന്ന് പറയുന്നത് ബിസിനസ് റിഫോം ആക്ഷൻ പ്ലാൻ. അതിൽ 30 കാറ്റഗറി ഉണ്ട്. അതിൽ ഓരോ കാറ്റഗറിക്കും അച്ചീവർ, ടോപ്പ് അച്ചീവർ, അസ്പയറർ എന്ന് പറയുന്ന വിഭാഗങ്ങളുണ്ട്. ഈ 30 കാറ്റഗറിയിലെ 9 കാറ്റഗറികളിൽ കേരളം ടോപ്പ് അച്ചീവറായി. അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ താഴെയായിരുന്നു, അത് ഈ വർഷത്തിൽ മെച്ചപ്പെടുത്തി അതിന്റെ ടോപ്പ് അച്ചീവർ സ്ഥാനമാണ് കിട്ടിയിട്ടുള്ളത്. അതല്ലാതെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളത്തിൽ 1ാം റാങ്ക് കിട്ടി എന്നുള്ള വാദം അതൊരു വ്യാജവാദമാണ്. അങ്ങനെ ഒരു 1ാം റാങ്കിന്റെ ട്രോഫി വരെ ധനമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസിൽ കൊണ്ട് പ്രദർശിപ്പിച്ചതും അത് 1ാം പേജിൽ ദേശാഭിമാനി വാർത്ത കൊടുത്തതും അത് വ്യാജമാണ്. ഈ ചർച്ചയിൽ വന്നിരുന്നിട്ട് വരെ നിങ്ങളത് ആവർത്തിക്കുന്നത് കള്ളത്തരമാണ്. ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട ഡെമോക്രസിയോ ദേശാഭിമാനിയോ അല്ല. അങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലോ. ശരി. Out of 30 reforms areas, Kerala topped in 9. Okay, നമുക്ക് ease of doing ബിസിനസിനെ കുറിച്ച് നമുക്ക് ഒന്നുകൂടി ചർച്ച, ഇപ്പൊ സമയമില്ല, അടുത്ത ദിവസങ്ങളിലെ ചർച്ചയിൽ നമുക്ക് അതുകൂടി ഉൾക്കൊള്ളിക്കാം. വളരെ നന്ദി 3 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.